പ്രൊഫസർ എം മുരളീധരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഈ അനുസ്മരണ പരിപാടിയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അരുളുകയാണ്. ഇന്ന് അനുസ്മരണത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർക്കുള്ള ഒരു പുരസ്കാരവും കൂടി സമർപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധത കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പുരസ്കാരമാണ് അത്. അപ്പോൾ ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കാവ്യാലാപനത്തിനായി ഡോക്ടർ KM ജയശ്രീയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മുരളി മാഷിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ONVയുടെ സ്നേഹിച്ചു തീരാത്തവർ എന്ന കവിത. എന്തുകൊണ്ടെന്നു ഞാനീ പൂക്കളെ സ്നേഹിക്കുന്നതെന്തുകൊണ്ടെന്നോ, നമ്മെ സ്നേഹിച്ചോർ നാം സ്നേഹിച്ചോർ മനസ്സിനാഴങ്ങളെ കടഞ്ഞ് അമൃതിവർക്കു നൽകി കൊടും വിഷമാചമിച്ചവർ, ശരശയ്യയിൽ മരക്കുരിശിൽ തോക്കിൻ മുന്നിൽ മരിച്ചു വീണോർ, മണ്ണിലേക്കു പിന്മടങ്ങിയോർ, അവർ തൻ രക്തം ഇലാഗർഭത്തിൽ നിഗൂഢമാമൊരു വാഹിനിയായിട്ടിപ്പോഴും ഒഴുകുന്നു. പാവമാമീ വൃക്ഷത്തിൻ വേരുകൾ പരതിച്ചെന്ന് ആ വിശുദ്ധമാം ശോണതീർത്ഥത്തെ സ്പർശിക്കുമ്പോൾ, ചില്ലകൾ തോറും ഉഷസന്ധ്യ പോൽ വിടരുന്നു നല്ല പൂവുകൾ. ഞാൻ ആ പൂക്കളെ സ്നേഹിക്കുന്നു. സഹസ്ര കരങ്ങൾ പോലെ ഓരോരുത്തരെയും സ്വന്തം വ്യക്തി ജീവിതത്തിൻ്റെ മികവ് കൊണ്ട് വ്യത്യസ്തമായ തരത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, അധ്യാപകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, അതിനുപരി ഒരു പൂർണ്ണ മനുഷ്യനാണ് മുരളി മാഷ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള ഓർമ്മകൾ നിലനിർത്തുകയും നിരന്തരമായി പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കടമയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന കേരളത്തിൻ്റെ ആരാധ്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K. രാജൻ, ബഹുമാനപ്പെട്ട ശ്രീ K. രാജനെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ പ്രഭാഷണം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ തേറമ്പൽ രാമകൃഷ്ണൻ അവർകളെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്മാരക പ്രഭാഷണം നിർവഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡോക്ടർ സുനിൽ P. ലൈഡമാണ്. ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നത് വർഗീയതയുടെ വേരുകൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. മാഷ് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും പരിചിതനാണ്. മാഷെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി യോഗ നടപടികൾ നിയന്ത്രിക്കുന്നത് ഈ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻറ്റും മുരളി മാഷയുടെ സഹപ്രവർത്തകനും തൃശ്ശൂരിലെ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യവുമായിട്ടുള്ള ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ മാഷാണ്. മാഷെ ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ഈ യോഗത്തിൻ്റെ ഒരു മുഖ്യാതിഥി എന്ന് പറയാവുന്നത് തീർച്ചയായും ഡോക്ടർ VK ബ്രിജേഷാണ്. കാരണം അദ്ദേഹമാണ് ഇന്ന് പ്രൊഫസർ M. മുരളീധരൻ സ്മാരക കോളേജ് അധ്യാപക പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. വളരെ ആഹ്ലാദപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ VK ബ്രിജേഷിനെ പരിചയപ്പെടുത്തുന്നത് ഫൗണ്ടേഷൻ്റെ ട്രഷറർ കൂടിയായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രൊഫസർ M. ഹരിദാസാണ്. മാഷെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് നന്ദി പറയുന്നത് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള അഡ്വക്കേറ്റ് P. സുനിലാണ്. അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രൗഢഗംഭീരമായ സദസ്സാണ്. എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നാളിതുവരെയുള്ള ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെല്ലാവരും നൽകിയിട്ടുള്ള സ്നേഹ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാകണം
എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗ നടപടികൾ ഏറ്റെടുക്കാൻ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ മാഷോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുരളി മാഷ് ഒട്ടേറെ മണ്ഡലങ്ങളിൽ വ്യവഹരിച്ച ഒരാളായിരുന്നു. വിദ്യാഭ്യാസ മേഖല, രാഷ്ട്രീയ മേഖല, സാംസ്കാരിക മേഖല, ഇങ്ങനെ അദ്ദേഹം കൈവെക്കാത്ത മേഖലകളൊന്നുമില്ല നമുക്കറിയാം. അതിലേറ്റവും സുപ്രധാനം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച, അത് ഔദ്യോഗിക ജീവിത വൃത്തി എന്നുള്ള നിലക്കും അല്ലാതെയും അദ്ദേഹം ചെലവഴിച്ച മേഖല വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസ മേഖല കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. എത്രയോ കാലമായിട്ട് നമ്മുടെയൊക്കെ മുമ്പിൽ എല്ലാവരുടെയും മനസ്സിലുള്ളത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. അത് 4 വർഷത്തെ ഡിഗ്രി കോഴ്സായി മാറ്റിയിരിക്കുകയാണ്. ഈ വർഷം മുതൽ തുടങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ധാരാളമായി നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. സംശയങ്ങൾ പലർക്കുമുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. പക്ഷേ വലിയൊരു മാറ്റമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു മാറ്റമാണത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇതേപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾ വരികയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമ്മൾ കുറേ കാലമായിട്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ ശക്തമായ സാമൂഹികമായ ഇടപെടലിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കൊക്കെ അറിയാം. എല്ലാ വിദ്യാർത്ഥികളല്ല കുറ്റക്കാർ. അവരെ മറ്റേതെങ്കിലും ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് വകതിരിച്ച് അവരെ സ്കൂളിന് പുറത്തേക്ക്, അതോടൊപ്പം തന്നെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പുറത്തേക്കും തള്ളിവിടുന്നത് ഒട്ടും തന്നെ ശാസ്ത്രീയമല്ല. സാമൂഹ്യ ബോധമുള്ള ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് 1996 മുതൽ കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണം വരികയും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു. കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഒന്നും വിമർശന അതീതമല്ല എന്ന് നമുക്കറിയാം. കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം, പക്ഷേ അതിൻ്റെ നേട്ടങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ മറന്നുകൊണ്ട് അതിൻ്റെ കുറ്റങ്ങളെയും കുറവുകളെയും മാത്രം പർവ്വതീകരിച്ചുകൊണ്ട് അതിൽ തിരുത്തലുകൾ വരുത്താനുള്ള ശ്രമം നടക്കുകയാണ്. ആ തിരുത്തലുകൾ ആർക്ക് അനുഗുണമാണ് എന്നുള്ള ചോദ്യമാണ് ഇന്ന് കേരളീയ സമൂഹം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിവിടുത്തെ ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക്, സമൂഹത്തിന് അനുഗുണമാണോ എന്നുള്ള ചോദ്യം വ്യാപകമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വരുന്ന നാളുകളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ മേഖലകളെയൊക്കെ വളരെയധികം സംവാദാത്മകമാക്കാൻ പോകുന്ന, വളരെയധികം ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പോകുന്ന ഒരു വിഷയമാണത് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെയൊക്കെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇത്തരം ഇടപെടലുകളൊക്കെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് മുരളി മാഷയുടെ സ്മരണയെ മുൻനിർത്തി ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മുരളി മാഷയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മുരളി മാഷ് ജീവിതം കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചയാളല്ല, മരിച്ചിട്ടും കുട്ടികളെ പഠിപ്പിച്ചയാളാണ്. അതാണ് മുരളി മാഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി എനിക്ക് തോന്നിയത്. അതിഭീകരമായിട്ടുള്ള ക്യാൻസറിനെ നേരിടുകയും ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഒരു പക്ഷേ യാത്ര പറഞ്ഞു പോകേണ്ടി വരികയും ചെയ്യും എന്ന് നമ്മളെക്കാൾ കൂടുതൽ മാഷക്ക് തോന്നിയ ഘട്ടത്തിലും മാഷ് തമാശകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. മാഷ് പറഞ്ഞ തമാശകൾ പറയാനാകുന്നതും പറയാനാകാത്തതുമുണ്ട്. നമ്മളോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞ എത്രയോ തമാശകൾ. മാഷ് എന്നെ പഠിപ്പിക്കാതെ പോയ എൻ്റെ ഏറ്റവും നല്ല അധ്യാപകനാണ്. ഞാൻ സെൻറ്റ് തോമസ് കോളേജിൽ മാഷ് പഠിപ്പിക്കുമ്പോൾ ഞാൻ തമ്പി മാഷൊക്കെ ഇരിക്കുന്ന കേരളവർമ്മ കോളേജിലാണ് പഠിച്ചിരുന്നത്. കേരളവർമ്മ കോളേജിലെ BSc കഴിഞ്ഞ് പാസ്സാവും വരെ സെൻറ്റ് തോമസ് കോളേജിൽ പോകാനോ മാഷിൻ്റെ ക്ലാസ് കേൾക്കാനോ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ മാഷ് ഞങ്ങളെല്ലാം പഠിപ്പിക്കാതെ പോയ ഞങ്ങളുടെ എല്ലാം അധ്യാപകനാണ്. എത്ര ലളിതമായിട്ടാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുക എന്ന് മാഷ് നമ്മളെ പഠിപ്പിച്ചു. മാഷും ശങ്കറും കൂടി ഞാൻ അവസാനം കാണുന്നത് മാഷ് മരിക്കുന്നതിന് ചെറിയ മണിക്കൂറുകൾക്ക് മുമ്പ് നന്ദനത്തിൽ ചേർന്ന ഒരു ചെറിയ പരിപാടിയിലാണ്. സാധാരണ മാഷെ കാണുമ്പോൾ കാണുന്ന ആത്മവിശ്വാസം മാഷക്കുണ്ടോ എന്നറിയാത്തത് കൊണ്ട് ഞാൻ ആദ്യം അടുത്ത് പോയില്ല. മാഷിനോട് മാടി വിളിച്ചിട്ട് പറഞ്ഞു, പകരുന്ന അസുഖമാണെന്ന് കരുതിയിട്ടാണോ മാറി നിൽക്കുന്നത്? അപ്പോഴും ഒരു തമാശയാണ്. കെട്ടിപ്പിടിച്ചടുത്തിരിക്കുമ്പോൾ മാഷ് പറഞ്ഞ തമാശകൾ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഓർത്തു വയ്ക്കാനുള്ളതുണ്ടാകും. ഞാൻ കുട്ടിയും മാഷ് അധ്യാപകനുമാണെന്ന് മാഷ് ഒരിക്കലും കരുതിയിട്ടില്ല. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുമ്പോൾ ഗൗരവക്കാരനായൊരു രാഷ്ട്രീയക്കാരൻ പറയാൻ പറ്റാത്ത എല്ലാ തമാശകളും എല്ലാ രാഷ്ട്രീയവും ജീവിതത്തിൻ്റെ പച്ചയായ രാഷ്ട്രീയമായി മാഷ് പറഞ്ഞു വച്ചിട്ടുണ്ട്.
അതായിരുന്നു മാഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. മാഷ് അധ്യാപകൻ മാത്രമായിരുന്നില്ല, അധ്യാപകരെ പഠിപ്പിച്ച എത്രയോ സമിതികളിൽ അംഗമായിരുന്നു. AKPCIയുടെ സംസ്ഥാന പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിരുന്നു മാഷ് എന്നാണ് എൻ്റെ ധാരണ. മാഷ് സെനറ്റ് അംഗമായിരുന്നു, കുസാറ്റിലെയും കാലിക്കറ്റിലെയും ഒക്കെ. മാഷ് നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക മുഖമാണ്. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സമാനതകളില്ലാത്ത വിധം ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു രാഷ്ട്രീയ മുഖമാണ്. മുരളിമാഷിലൂടെയും ദത്തുമാഷ്ട നഷ്ടത്തിലൂടെയും യഥാർത്ഥത്തിൽ ഈ മലയാളത്തിന് നഷ്ടപ്പെട്ടത് എന്നാണ് വളരെ ഓർമ്മകളിൽ നിന്ന് അയവിറക്കുമ്പോൾ തോന്നുന്ന ഒരു പ്രത്യേക കാര്യം. ദത്തുമാഷും മുരളിമാഷും ഉണ്ടായിരുന്ന കാലത്ത് സാംസ്കാരിക പ്രവർത്തനത്തിന് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് മറ്റൊരു വഴി തേടേണ്ടി വരുമായിരുന്നില്ല. പ്രകാശ് കാരാട്ട് തന്നെ എഴുതിയതുപോലെ EMS സ്മൃതിക്കെത്തുമ്പോൾ ഏറ്റവും നല്ല സ്വീകരണം നൽകിയിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു മാഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വിധത്തിലുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏറ്റവും ആഴത്തിൽ സ്പർശിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മാഷുക്കും മാഷ് ഉയർത്തിപ്പിടിച്ചിരുന്ന സംസ്കാരത്തിനും മാഷുടെ പ്രദേശത്തിനും സാധ്യമായിട്ടുണ്ട്. 23-ാമത്തെ വയസ്സിൽ കോളേജ് അധ്യാപകനായി മാഷ്. പിന്നെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം മുഴുവൻ ഔപചാരികമായും അനൗപചാരികമായും മക്കളെ പഠിപ്പിച്ചു, കുട്ടികളെ പഠിപ്പിച്ചു. അവസാനം മരിക്കുമ്പോഴും മാഷ് തീരുമാനിച്ചു തൻ്റെ മൃതശരീരം മരണത്തിന് ശേഷവും കുട്ടികൾക്ക് പഠിക്കാനായി മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുക. ജീവിതകാലം മുഴുവൻ ഒരു അധ്യാപകനായിരിക്കുക എന്നതിനേക്കാൾ വലിയ ആത്മവിശ്വാസവും സന്തോഷവും ഏതാണുള്ളത്? കാവുമ്പായി ബാലകൃഷ്ണനെ പോലെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദം വരെയുള്ള ഉയർന്ന ചുമതലകൾ വഹിച്ച, കാസർഗോഡ് മുതൽ പാറശാല വരെ കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങൾക്കും പേരെടുത്തു പറയാനും ശബ്ദം കേട്ടാൽ തിരിച്ചറിയാനും കഴിയുന്ന സുനിൽ P. ഇളയിടത്തിനെ പോലെ ഒരാളുടെ സാന്നിധ്യമുള്ള ഈ യോഗത്തിൽ ഉദ്ഘാടകനായി വരുന്നത് 5 വർഷക്കാലത്തെ പ്രത്യേകതയാണ്. ഇത് കഴിഞ്ഞാൽ മുൻ മന്ത്രിയാകും, മുൻ MLA ആകും, സീറ്റ് പതുക്കെ പിറകിലേക്ക് പോയി ഏതെങ്കിലും ഒരിടത്ത് ചെന്നെത്തും. പക്ഷേ ഒരു അധ്യാപകൻ്റെ സ്ഥാനം ഒരിക്കലും നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്നും ആയില്ല. നമുക്കൊരു അധ്യാപകനെ പോലെ സ്നേഹമുള്ള ആരോടാണ്? ഒരു അധ്യാപകൻ്റെ സ്ഥാനം ഒരിക്കലും ജീവിതം കൊണ്ട് മാത്രം പറഞ്ഞു വയ്ക്കാനാകില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച് ജീവിതത്തിന് ശേഷവും മരണത്തിലും ഒരു മൃതശരീരമായി കുട്ടികൾക്ക് പഠിക്കാൻ അവരുടെ മുമ്പിൽ നിവർന്നു കിടക്കുന്ന മുരളിമാഷ് സമാനതകളില്ലാത്ത വിധം അധ്യാപക ജീവിതത്തിൻ്റെയും മലയാളത്തിൻ്റെ മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള ഇടപെടലുകളുടെയും സ്പന്ദനങ്ങളുടെയും ആകെ പ്രതീക്ഷയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടാവുക എപ്പോഴും മക്കളെക്കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കും. നല്ല മനുഷ്യരെ ഉണ്ടാക്കുക എന്ന ഒരു പ്രയത്നത്തിലേക്ക് മലയാളി പോകേണ്ട ഒരു പ്രത്യേക ഘട്ടമുണ്ട്. അതിന് ഉണ്ടാകേണ്ടി വന്ന കാരണങ്ങളൊക്കെ ഇവിടെ ഒരു പക്ഷേ സുനിൽ ചേട്ടൻ തന്നെ നിങ്ങളോട് സംസാരത്തിനിടയിൽ സൂചിപ്പിക്കുമായിരിക്കും. യഥാർത്ഥത്തിൽ മലയാളി ഒരു ആത്മപരിശോധന നടത്തേണ്ട ഘട്ടമാണ്. ഞങ്ങളുടെ മുമ്പിൽ പണ്ട് കഴിഞ്ഞ 8 വർഷക്കാലമായി ജനപ്രതിനിധി എന്ന നിലയിൽ ഈ മെയ് ജൂൺ ജൂലൈ മാസക്കാലം ഒരു സീസൺ പോലെ കൊടുത്തു തീർക്കുന്ന കുട്ടികളുടെ A+ൻ്റെ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ രക്ഷകർത്താക്കൾക്കുള്ള അഭിമാനം ചെറുതല്ല. A+ നേടിയ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, മക്കൾ ആരാവണം എന്നാണ് ആഗ്രഹം. ഒരു വലിയ ലിസ്റ്റാണ് ഇങ്ങനെ വരിക. ഒരു വെള്ളപ്പൊക്കം പോലെ, ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ, ഒരു ഉരുൾപൊട്ടലിൻ്റെ ജലം പോലെ. IAS ആകണം, IFS ആകണം, IPS ആകണം, ജഡ്ജിയാവണം, വക്കീലാകണം, ശാസ്ത്രജ്ഞനാകണം, പ്രൊഫസറാകണം, വക്കീലാകണം. ഇങ്ങനെ പല വിധത്തിൽ മക്കളെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളുടെ ഒരു നീണ്ട ചിന്തയിലാണ് മലയാളം ഇപ്പോൾ എപ്പോഴും. ഞാൻ കേരളവർമ്മ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. MES കോളേജിൽ ഞാൻ ഒരു മാസം 1ാം ഗ്രൂപ്പിന് ചേർന്നു. എനിക്ക് 1ാം ഗ്രൂപ്പ് മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് 1ാം ഗ്രൂപ്പുകാരനാകണമെന്നൊരാഗ്രഹം. ഞാൻ ജനിച്ചത് യഥാർത്ഥത്തിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലാണ്. അതിനടുത്തുള്ള MES കോളേജിൽ ഒരു മാസം ചേർന്നു. കേരളവർമ്മ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹം ഉണ്ടായിരുന്നത്. കേരളവർമ്മ കോളേജിൽ തിരിച്ചു ചേരാൻ വരുമ്പോഴും പൊന്നാനി MES കോളേജിൽ പോയി ഫസ്റ്റ് ഗ്രൂപ്പിന് ചേരണം എന്ന കാർഡ് കിട്ടിയപ്പോൾ ചേരാൻ പോയപ്പോഴും അച്ഛൻ ചോദിച്ചൊരു ചോദ്യം, SM കോളേജിൽ പോയി പഠിച്ചാൽ പോരെ എന്നാണ്. അച്ഛൻ്റെ ധാരണ ചെമ്മാപ്പള്ളി വഴി ആത്മാവിൻ്റെ മുമ്പിലൂടെ പോകുന്ന KK മേനോൻ ബസ്സിൽ കയറിയിരുന്നാൽ മോന് 15 മിനിറ്റ് കൊണ്ട് അങ്ങോട്ടും 15 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ടും എത്തിച്ചേരാൻ പറ്റും. 15 മിനിറ്റിൻ്റെ ദൈർഘ്യത്തിൽ കോളേജിൽ പോവുകയും കോളേജിൽ നിന്ന് വരികയും ചെയ്യുന്ന ഒരു കുഞ്ഞായിരിക്കും ഞാൻ എന്നാണ് സത്യത്തിൽ പ്രീ ഡിഗ്രിക്ക് ചേരണമെന്ന ആഗ്രഹം പറയുമ്പോൾ അച്ഛൻ്റെ ധാരണ. ഞാൻ കേരളവർമ്മ കോളേജിൽ ചേർന്നത് എൻ്റെ ജീവിതത്തിലൊരു വലിയ സ്വപ്നമായിരുന്നു. ഇപ്പോൾ കേരളവർമ്മ കോളേജിലേക്കോ സെൻറ് തോമസ് കോളേജിലേക്കോ വിമല കോളേജിലേക്കോ സെൻറ് മേരീസ് കോളേജിലേക്കോ അപേക്ഷ മേടിക്കാൻ അന്തിക്കാട്ടെ ഒരു രക്ഷകർത്താവ് ബസ് കയറി വരുന്ന നേരം കൊണ്ട് വീട്ടിലിരിക്കുന്ന കുട്ടി
ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയ യൂണിവേഴ്സിറ്റിയുമായി കരാറുണ്ടാക്കി കഴിഞ്ഞ് കാണും. ATM കാർഡ് വീട്ടിൽ വെച്ചിട്ടാണ് അച്ഛൻ പോയതെങ്കിൽ ടിക്കറ്റും അവിടെ അടയ്ക്കാനുള്ള ഫീസും കുട്ടി അടച്ചും കാണും. ലോകം ചെറുതാവുകയും ചിന്തകൾ വലുതാവുകയും ചെയ്യുന്നൊരു കാലത്ത് മുരളിമാഷെ പോലെ ലാളിത്യത്തെ പാണ്ഡിത്യത്തെ ലാളിത്യമാക്കിയ ഒരു മനുഷ്യസ്നേഹിയുടെ ഓർമ്മകളിൽ നിന്ന് നോക്കുമ്പോൾ മക്കളാരാകും എന്ന ചോദ്യം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയും. മക്കളാർക്കും എന്ന ചോദ്യം എപ്പോഴും കമ്പോളം നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലം പുതിയ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം മക്കളെ ആരാക്കും എന്ന ചോദ്യമാണ്. മുരളിമാഷയുടെ നിറഞ്ഞ പുഞ്ചിരി മനസ്സിൽ സൂക്ഷിച്ച് സാഹിത്യ അക്കാദമിയുടെ ഈ ഹാളിൻ്റെ ചുറ്റും ഇരിക്കുന്ന എല്ലാ സാഹിത്യകാരന്മാരെയും മനസ്സിലോർത്ത് തിരിച്ചു പോരുമ്പോൾ കമ്പോളത്തിൻ്റെ ചോദ്യത്തിന് നാം ഉത്തരം പറയാൻ നിർബന്ധിതരാണ്. മക്കളെ ആരാക്കും എന്ന കമ്പോളത്തിൻ്റെ ചോദ്യത്തിനോട് ശിരസുയർത്തിപ്പിടിച്ചുകൊണ്ട് മുരളിമാഷയുടെ ഓർമ്മ നിലനിർത്തി നമുക്ക് പറയാൻ പറ്റണം, ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്ന് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്തിൻ്റെ നടുവിലാണ് നാം ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് മാത്രം സമൂഹത്തിനോട് പങ്കുവെക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുരളിമാഷയുടെ ദീപ്തമായ മറക്കാത്ത മനസ്സിൽ നിറഞ്ഞേ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മൂർത്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സു നമിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. പൊന്നാനി MES കോളേജിലെ അധ്യാപകനായ ഡോക്ടർ ബ്രിജേഷ് VKക്കാണ് ഈ വർഷത്തെ പുരസ്കാരം. 3ാമത്തെ വർഷമാണ് ഈ പുരസ്കാരം നമ്മൾ സമ്മാനിക്കുന്നത്. ഡോക്ടർ ബ്രിജേഷ് പൊന്നാനി MES കോളേജിലെ ജിയോളജി വിഭാഗം, ജിയോളജി അങ്ങനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഭൂമിശാസ്ത്രമായാൽ ജോഗ്രഫിയാവും, ഭൂഗർഭശാസ്ത്രമായാൽ കൂടിപ്പോകും, ഭൂശാസ്ത്രം മതിയെന്നാണ് ബ്രിജേഷ് പറയുന്നത്. ആ വകുപ്പ് ഗവേഷണ വിഭാഗത്തിൻ്റെ മേധാവിയും PG വിഭാഗത്തിൻ്റെ മേധാവിയാണ്. അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് PG ബിരുദം അദ്ദേഹത്തിനുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം MSc ജിയോളജി എടുത്തിരിക്കുന്നത്. MSc ജിയോ ഇൻഫോർമാറ്റിക്സിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദാനന്തര ബിരുദം. അദ്ദേഹത്തിൻ്റെ PhD യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരിൽ നിന്നാണ്. അങ്ങനെ വിവിധ സർവകലാശാലകളായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ പഠനം പൂർത്തീകരിച്ചെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഡോക്ടർ ബ്രിജേഷ്. അദ്ദേഹം ദീർഘകാല NSS പ്രോഗ്രാം ഓഫീസറായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻനിര പ്രവർത്തകരിൽ ഒരാളായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമാണ്. ഇപ്പോൾ പരിഷത്ത് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്രകേരളം മാസികയുടെ പത്രാധിപരാണ്. ബാലസാഹിത്യ ഗ്രന്ഥങ്ങളടക്കം പല ഗവേഷണ പ്രബന്ധങ്ങളും അദ്ദേഹം ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് ഭാവിയിലും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പലതും ചെയ്യാനുള്ളൊരു പ്രചോദനം, പ്രേരണ ഈ സമ്മാനം ഏകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പ്രശസ്ത കലാസംവിധായകൻ സാബു ശിവൻ രൂപകൽപ്പന ചെയ്ത ആ ഒരു ട്രോഫിയാണ് അവാർഡായി സമർപ്പിക്കുന്നത്. ഒപ്പം 25,000 രൂപയും. മുരളിമാഷെ പോലെയുള്ള ഒരാളുടെ അവാർഡ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് സമ്മിശ്ര വികാരങ്ങളാണ്. ഒന്ന്, നമ്മളിൽ അത് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം. 2, നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഇങ്ങനെ വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങളാണ് ഈ ഒരു അവാർഡിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു അവാർഡ് ലബ്ധിയിലൂടെ ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം എന്തെങ്കിലും നന്മകൾ എന്നിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നിൻ്റെ ദുരിതം കാണാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ ഈ അവാർഡ് കിട്ടുമ്പോൾ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയും. തീർച്ചയായിട്ടും എനിക്ക് എന്നെ ഇതിന് തിരഞ്ഞെടുത്തതിന് ജൂറിയോടും ഈ മുരളിമാഷിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷനോടും അതിൻ്റെ ആ ഒരു സമർപ്പണത്തിനായി ഇവിടെ ഒത്തുചേർന്ന മുരളിമാഷിൻ്റെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഞങ്ങൾ രണ്ടുപേരും വായനശാല പ്രസ്ഥാനത്തിൽ തുടങ്ങി പ്രാദേശിക പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിച്ച് പൊതുരംഗത്ത് പ്രവർത്തിച്ച ആളുകളാണ്. പല സമാനതകളും അക്കാര്യത്തിലുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിനുശേഷവും പലപ്പോഴും എല്ലാ രംഗത്തും ഒരുമിച്ച് കാണാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും സാധിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. മുരളിമാഷക്ക് എന്നേക്കാൾ 6 വയസ്സ് കുറച്ചാണ്. അദ്ദേഹം മരിച്ചിട്ട് 6 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ എന്നേക്കാൾ 6 വയസ്സ് കുറഞ്ഞ ഒരാളുടെ അനുസ്മരണ സമ്മേളനം 6 വർഷം കഴിഞ്ഞിട്ട് പറയേണ്ടി വരിക എന്നത് സുഖകരമായ ഒരു അനുഭവമല്ല.
പക്ഷെ പറയാതിരിക്കാനും വയ്യ. അതാണ് സ്ഥിതി. മാഷ് എല്ലാവരും പറഞ്ഞ പോലെ അധ്യാപകനായിരുന്നു. അടിമുടി ഒരു അധ്യാപകൻ. 23 വയസ്സ് മുതൽ അധ്യാപനം നടത്തി. സെൻറ്റ് തോമസിൽ വന്നു. സർക്കാർ കോളേജുകളിൽ കിട്ടിയിട്ടും അദ്ദേഹം പോയില്ല. പിന്നീട് റിട്ടയർ ചെയ്തിട്ടും അദ്ദേഹം അവസാനിപ്പിച്ചില്ല. അദ്ദേഹം തന്നെ തമാശയ്ക്ക് പറയും, സെൻറ്റ് തോമസ് കോളേജിൽ പെൺകുട്ടികളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. മാഷ് റിട്ടയർ ചെയ്ത കൊല്ലാണ് പെൺകുട്ടികളെ പ്രവേശിപ്പിച്ചത്. വാശിക്ക് ഞാൻ പെൺകുട്ടികൾ മാത്രമുള്ള ശക്തൻ കോളേജിലെ അധ്യാപകനായി ചേർന്നു. അദ്ദേഹം തമാശയ്ക്ക് പറയും. അതൊരു വശം. പക്ഷേ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും 2-3 മണിക്കൂർ അധ്യാപനം തൻ്റെ പ്രധാനപ്പെട്ട ധർമ്മമാണ് എന്ന് കരുതിയ ഒരു അധ്യാപകൻ, എ ബോൺ ടീച്ചർ, അതായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞു മരണാനന്തരവും ടീച്ചിങ് എയ്ഡ്സുകൾ തലമുറകൾക്ക് സംഭാവന ചെയ്തുകൊണ്ടുള്ള ഒരു അധ്യാപകനായി മാറി. അതുകൊണ്ട് എന്തെല്ലാം മുഖങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഒരു മാതൃകാ അധ്യാപകൻ്റെ ഓർമ്മകൾ നിറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. മുരളി മാസ്റ്ററുടെ വിയോഗം നമ്മുടെ പൊതുരംഗത്തിന് വലിയ നഷ്ടം വരുത്തിയിരിക്കുകയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള ജീവിതം, ഇതെല്ലാം സമഞ്ജസമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അത്ഭുത പ്രതിഭാസം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെപ്പറ്റി പറയാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ കൂടുതൽ കർമ്മോന്മുഖരാകട്ടെ. അദ്ദേഹം കാണിച്ച വഴികളിലൂടെ മുന്നോട്ട് പോകാനും അതുവഴി സമൂഹത്തിന് നിലം നൽകാനും ആത്യന്തികമായ ലക്ഷ്യം മാനവികതയാണ് എന്ന മഹത്തായ സന്ദേശം തലമുറകൾക്ക് കൈമാറാനും ഈ വക പരിപാടികൾ, ഓർമ്മകൾ നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. മുരളി മാഷെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു സംഭാഷണത്തിൽ മുൻപൊരിക്കലും എനിക്ക് പങ്കുചേരാൻ കഴിഞ്ഞിരുന്നു. അന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നൊരു സദസ്സിന് മുമ്പാകെയാണ് സംസാരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലത്ത് ഓൺലൈനായി നടന്നൊരു അനുസ്മരണ സമ്മേളനത്തിലാണ് മുമ്പൊരിക്കൽ ഞാൻ സംബന്ധിച്ചത്. മാഷുമായിട്ട് ദീർഘകാലത്തെ വളരെ അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നില്ല ഞാൻ വളരെ സജീവമായി പൊതുരംഗത്തേക്ക് വന്നതിന് ശേഷമുള്ള കുറച്ച് കാലങ്ങളാണ് മാഷെ നേരിട്ട് കാണാനും പല വേദികളിൽ വെച്ച് സംസാരിക്കാനുമൊക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളത്. അതിനേക്കാളൊക്കെ കൂടുതൽ മാഷുമായി അടുത്ത ബന്ധമുള്ളവരായിരിക്കും ഇവിടെ ഒത്തുകൂടിയവരിൽ മഹാഭൂരിപക്ഷവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാഷെ മുൻനിർത്തി വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ഞാൻ മുതിരുന്നില്ല. മാഷുടെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച ഒരു കാര്യം മാഷുടെ പെരുമാറ്റത്തിലുള്ള ഉദാരതയും തുറസ്സും ആണ്. വാസ്തവത്തിൽ അത് വ്യക്തിപരമായ ഒരു കാര്യം എന്നതിനപ്പുറം രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നുകൂടി ഞാൻ കരുതുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത്. കാരണം സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ മാത്രമല്ല എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി ലോകത്തോട് പുലർത്തേണ്ടുന്ന ഉദാരതയുടെയും അതുപോലെ ജനാധിപത്യപരമായ ഭാവനയുടെയും പ്രവൃത്തിയുടെയും കൂടി ഫലമായിട്ടാണ് വാസ്തവത്തിൽ സമൂഹത്തിൽ ജനാധിപത്യം നിലനിൽക്കുക. അതല്ലാതെ ജനാധിപത്യമെന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയോ അതിലൂടെ ഒരു കൂട്ടം ആളുകളെ ഭരണാധികാരം കൈയാളാൻ കണ്ടെത്തുന്ന ഒരു പ്രവൃത്തിയോ മാത്രമല്ല. മനസ്സിലാക്കിയാൽ വാസ്തവത്തിൽ ജനാധിപത്യത്തെ അതിൻ്റെ
ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വിശാലമായ അർത്ഥം എന്നത് അത് ജനങ്ങൾ എന്ന ഘടകത്തിന് അതിലെത്രത്തോളം പ്രാധാന്യം കിട്ടുന്നുണ്ട് എന്നതാണ്. ജനാധിപത്യത്തെക്കുറിച്ച് ഏറ്റവും പ്രസിദ്ധമായ വിശദീകരണം സംശയരഹിതമായിട്ടും എബ്രഹാം ലിങ്കൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗമാണ്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വിശദീകരണം. ഇതേക്കുറിച്ച് പിൽക്കാലത്ത് ഉള്ള ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആശയം, ഇതിലേതാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ? ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നതാണോ, ജനങ്ങളെ ഭരിക്കുന്നു എന്നതാണോ, ജനങ്ങൾ ഭരിക്കുന്നു എന്നതാണോ? വാസ്തവത്തിൽ ജനാധിപത്യം അതിൻ്റെ ഹൃദയത്തോടടുക്കുന്നത് പിൽക്കാലത്ത് ഒരുപാട് സാമൂഹ്യ ചിന്തകന്മാർ ചൂണ്ടിക്കാണിച്ചത് അത് ബൈ ദ പീപ്പിൾ എന്നതിനെ എത്രത്തോളം സാക്ഷാത്കരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഏത് സ്വേച്ഛാധിപതിക്കും പറയാവുന്ന കാര്യമാണ് താൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നത്. ഏത് സ്വേച്ഛാധിപതിയും ചെയ്യുന്നൊരു കാര്യമാണ് ജനങ്ങളെ അടക്കി ഭരിക്കുന്നു എന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഈ തൃത്വസങ്കല്പങ്ങളിൽ ഈ രണ്ട് ഘടകങ്ങളും വാസ്തവത്തിൽ ജനാധിപത്യ വിരുദ്ധമായി ഉപയോഗിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുള്ളതാണ്. ഇത് ജനാധിപത്യത്തിനകത്തുള്ളൊരു വൈരുദ്ധ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ലോകത്തെ എല്ലാ സർവാധിപതികളും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. ജനങ്ങളെ അവർ അതിൻ്റെ പേരിൽ അടക്കി ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതും ജനങ്ങളെ ഭരിക്കുന്നതും എന്നതിനപ്പുറം അർത്ഥപൂർണമായി തീരുന്നത് ജനങ്ങൾ ഭരിക്കുന്നു എന്നതാണ്, ബൈ ദ പീപ്പിൾ എന്നതാണ്. ഈ ബൈ ദ പീപ്പിൾ എന്ന തത്വത്തിൻ്റെ നിർവഹണം എത്രത്തോളം ജനാധിപത്യ പ്രക്രിയയിലുണ്ടോ അത്രത്തോളം മാത്രമാണ് ജനാധിപത്യത്തിന് അർത്ഥമുണ്ടാവുക. അതല്ലെങ്കിൽ അതിൻ്റെ അഭാവത്തിൽ ജനാധിപത്യത്തിന് വളരെ പെട്ടെന്ന് ഫാസിസമായി തീരാനായിട്ട് കഴിയും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത് പല രൂപത്തിൽ പിൽക്കാലത്ത് വിശദീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അംബേദ്കർ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ഇന്ത്യൻ ജനാധിപത്യം മറ്റൊരു തരത്തിലുള്ള തൃത്വ സങ്കല്പത്തെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ്. അത് രാഷ്ട്രീയ ജനാധിപത്യം, സാമ്പത്തിക ജനാധിപത്യം, സാമൂഹിക ജനാധിപത്യം എന്നീ ഘടകങ്ങളാണ്. രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ ഒരു നിർവഹണ രൂപത്തെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്. എല്ലാ പൗരന്മാർക്കും ഒരു വോട്ടുണ്ടായിരിക്കുക, എല്ലാ വോട്ടിനും തുല്യ മൂല്യമുണ്ടായിരിക്കുക, അതിൽ നിന്നൊരു ഭൂരിപക്ഷാനുസൃതമായി ഭരണകൂടം കൈകാര്യം ചെയ്യാൻ ഒരു കൂട്ടം ആളുകളെ തിരഞ്ഞെടുക്കുക. ഇതാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നതിൻ്റെ താല്പര്യം. ഇത് പക്ഷേ ജനാധിപത്യപരമായ സമൂഹ ജീവിതത്തിൻ്റെ വളരെ ഉപരിതല സ്പർശിയായ ഒരു കാര്യമാണ്. അതായത് ഭരണനിർവഹണത്തിനുള്ള ആളുകളെ കണ്ടെത്തുന്നതിനുള്ള സാങ്കേതികമായ ഒരു പ്രവർത്തനം മാത്രമാണ് വാസ്തവത്തിൽ ഇത്. ഇതിനപ്പുറത്തേക്ക് അംബേദ്കർ സൂചിപ്പിച്ച ഒരു കാര്യം, ജനാധിപത്യത്തെ സാമൂഹിക ജനാധിപത്യം, സാമ്പത്തിക ജനാധിപത്യം എന്നീ തലങ്ങളിലേക്ക് കൂട്ടിയിണക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാമൂഹിക ജനാധിപത്യം എന്നത് സമൂഹത്തിൻ്റെ ഏത് തട്ടിലും ഏത് ജീവിതാവസ്ഥയിലും ഏത് ജാതിയിലും മതത്തിലും ഭാഷയിലും പ്രദേശത്തിലും സംസ്കാരത്തിലും ജീവിക്കുന്നവരാവട്ടെ വ്യക്തികൾ എന്ന നിലയ്ക്ക് തുല്യമായ അവകാശവും അന്തസ്സും അവർക്ക് ഉറപ്പുവരുത്താൻ കഴിയുക എന്നതാണ് സാമൂഹിക ജനാധിപത്യം എന്നതിൻ്റെ താല്പര്യം. സാമ്പത്തിക ജനാധിപത്യം എന്നത് വിഭവ വിതരണത്തിലെ നീതിയുമായി ബന്ധപ്പെട്ടതാണ്. സാമൂഹിക ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും പരസ്പര ബന്ധിതവുമാണ്. സാമ്പത്തിക ജനാധിപത്യത്തിൻ്റെ അഭാവത്തിൽ സാമൂഹിക ജനാധിപത്യത്തിന് ഏറെയൊന്നും നിലനിൽക്കാൻ കഴിയില്ല എന്നതാണ് ഇന്ത്യയിലെ ജാതിബന്ധങ്ങളും മറ്റും ആയിരക്കണക്കിന് വർഷം കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു ജീവിത രീതിയുടെ സ്വഭാവം. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പുറന്തുണ്ടായി തീരാതിരിക്കണമെങ്കിൽ അത് സാമൂഹിക ജനാധിപത്യത്തെയും സാമ്പത്തിക ജനാധിപത്യത്തെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം. 1949 നവംബർ 25 ഭരണഘടനാ അസംബ്ലി ഭരണഘടനയ്ക്ക് അന്തിമ രൂപം നൽകി. പിറ്റേന്നാണ് അത് പാസ്സാക്കുന്നത്. നവംബർ 26 25 ഭരണഘടനാ അസംബ്ലി ചർച്ചകൾ ഉപസംഹരിച്ചുകൊണ്ട്
നടത്തുന്ന പ്രസംഗത്തിൽ അംബേദ്കർ സൂചിപ്പിച്ച കാര്യം, നൗ വി ആർ എൻറ്ററിങ് ഇൻ ടു എ ന്യൂ സിസ്റ്റം വെയർ 1 man ഈസ് ഈക്വൽ ടു 1 note ആൻഡ് 1 note ഈസ് ഈക്വൽ ടു 1 value. ഓരോ മനുഷ്യനും ഓരോ ഒട്ടിനും തുല്യ മൂല്യവുമുള്ള ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ കടക്കുകയാണ്. പക്ഷേ എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ള 1 man 1 value, എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ള ഒരു വ്യവസ്ഥയായി ഇതിനെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് കഴിയുമോ എന്നതാണ് ജനാധിപത്യത്തിലെ മർമ്മസ്പർശിയായ ചോദ്യം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നാം വളരെ പണിപ്പെട്ട് രൂപപ്പെടുത്തിയ ഈ സൗധങ്ങളൊക്കെ തകർന്നടിയും എന്ന് അദ്ദേഹം താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ജനാധിപത്യം എന്നതിനെ തന്നെ അതിൻ്റെ കാതലായ ഉള്ളടക്കത്തിൽ നിന്ന്, ബൈ ദ പീപ്പിൾ എന്നതിൽ നിന്ന് എത്രയോ അകലങ്ങളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ജനാധിപത്യം എന്നത് കേവലമായൊരു മെജോറിറ്റേറിയനിസമായി തീരുകയും ഭൂരിപക്ഷ ഹിതത്തിൻ്റെ നിർവഹണമാണ് ജനാധിപത്യത്തിൽ നടപ്പാകേണ്ടത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന, അതുവഴി ഫാഷിസത്തെ തന്നെ ജനാധിപത്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഭരിക്കുന്ന ഭരണകൂടത്തിനുള്ളിൽ ഇന്ത്യൻ ജനസംഖ്യയിലെ 20% വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ഒരു MP ഇല്ല, ഒരു മന്ത്രിയും ഇല്ല. ഇന്ന് ബംഗ്ലാദേശിൽ പുതിയ മന്ത്രിസഭ വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് 2-3 പേർ, ബംഗ്ലാദേശിൽ 8% മറ്റോ ആണ് അവിടെ ഹിന്ദുക്കളുള്ളത്. 2-3 പേർ അവിടെ ആ മന്ത്രിസഭയിൽ ഹിന്ദുക്കളായിട്ടുണ്ട്. നാം വലിയ ദീർഘമായൊരു ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജനസംഖ്യയിലെ ഇത്രയും വലിയൊരു വിഭാഗത്തെ 15-16% വരുന്ന ഏതാണ്ട് 25 കോടിയിലധികം വരുന്ന ആളുകളിൽ നിന്നൊരാൾ പോലും നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകാതിരിക്കുമ്പോഴും നാം ജനാധിപത്യത്തിലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്? ഇത് ജനാധിപത്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ജനാധിപത്യം എന്നത് മെജോറിറ്റേറിയനിസമായി മാറുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു തെളിവ് മാത്രമാണ്. ധാരാളം രൂപങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ജനാധിപത്യം, മെജോറിറ്റേറിയനിസത്തിനുള്ള ഏറ്റവും ലഘുവായൊരു വഴി എന്താണെന്ന് വെച്ചാൽ, ഭൂരിപക്ഷ ഹിതമാണ് ഒരു സമൂഹത്തിൽ നടപ്പാക്കപ്പെടേണ്ടത് എന്നതാണ്. ജനാധിപത്യത്തെ അങ്ങനെ സങ്കല്പിച്ചാൽ ജനാധിപത്യം അതിൻ്റെ നേർവിപരീത യുക്തിയാവും. നിങ്ങൾ ഓർക്കണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരാളുടെ പേര് തന്നെയാണ് ഹിറ്റ്ലർ എന്നത്. മുസോളിനിക്ക് നല്ല ജനപിന്തുണ ഉണ്ടായിരുന്നു. കേരളത്തിൽ പോലും കേട്ടോ, പണ്ട് വിജയമാഷ് പറയും, മുസോളിനി ഹിറ്റ്ലറൊന്നും ആകാൻ പറ്റാത്തതുകൊണ്ട് ഹിറ്റ്ലറെ പോലെ മീശ വെച്ചിരുന്ന ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു എന്ന്. പിന്നെ 2ാം ലോക യുദ്ധം കഴിഞ്ഞ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തപ്പോഴാണ് ആ മീശയൊക്കെ വടിച്ച് കളഞ്ഞത്. അതുകൊണ്ട് ഇപ്പോഴും ഉള്ളിൽ അതേ മീശയുള്ള ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അതാണ് ഈ ഹിറ്റ്ലർ എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല, ഒരു വീക്ഷണത്തിൻ്റെ, ഒരു ജീവിത രീതിയുടെ കൂടി പേരാണ്. ആ വീക്ഷണം അടിസ്ഥാനപരമായ എന്തെന്ന് ചോദിച്ചാൽ, തന്നിൽ നിന്ന് ഭിന്നമായ, തന്നിൽ നിന്ന് വ്യത്യസ്തമായ എല്ലാറ്റിനോടുമുള്ള വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പകയുടെയും ഒരു അന്തരീക്ഷത്തെ സമൂഹത്തിൽ ശാശ്വതമായി ഉറപ്പിച്ചെടുക്കുക എന്നതാണ് വാസ്തവത്തിൽ ഫാഷിസത്തിൻ്റെ ഒരടിസ്ഥാന മനോഘടന. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അപരവിദ്വേഷം എന്ന് പറയാം. ഈ അപരത്വത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? അത് ഭാഷ കൊണ്ടാകാം, അത് സംസ്കാരമെന്ന സങ്കല്പത്തെ മുൻനിർത്തിയാകാം, മതത്തെ മുൻനിർത്തിയാകാം, ജാതിയെ മുൻനിർത്തിയാകാം, മറ്റ് പല ഘടകങ്ങളെ മുൻനിർത്തിയാകാം. ഈ അപരവിദ്വേഷം എന്നത്, ഡിഫറൻസസ് എന്നത് ഓപ്പോസിഷനാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക. എല്ലാ വ്യത്യസ്തതകളും ശത്രുതകളാണ് എന്ന് വരുത്തുക. വാസ്തവത്തിൽ അങ്ങേയറ്റം പ്രകൃതി വിരുദ്ധമായ ഒരാശയമാണ് വ്യത്യസ്തത ശത്രുതയാണ് എന്നുള്ളത്. പ്രകൃതി അടിസ്ഥാനപരമായി ഒന്നിനെയും ആവർത്തിക്കുന്നില്ല. ഒരു മനുഷ്യൻ്റെ അതേ പ്രകൃതത്തിൽ മറ്റൊരു മനുഷ്യനില്ല. ഒരു മരത്തിൽ 100 ഇല ഉണ്ടെങ്കിൽ ആ 100 ഇലയിൽ ഒരില പോലും മറ്റൊരിലയുടെ അതേപടിയുള്ള ആവർത്തനമല്ല, സൂക്ഷ്മവ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഡിഫറൻസസ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. ഈ അടിസ്ഥാന പ്രകൃതത്തിന് മുകളിൽ കൃത്രിമമായ ഒരു ഏകതയെ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ്
ഫാഷിസം നിലവിൽ വരുന്നത്, വർഗീയതയും നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ വർഗീയതയെക്കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും പ്രാമാണികമായ ആദ്യ ഗ്രന്ഥങ്ങളിലൊന്ന് 1984 പ്രൊഫസർ ബിപിൻ ചന്ദ്ര എഴുതിയ കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന ഗ്രന്ഥമാണ്. ആ പുസ്തകം 84 വന്നത് എന്നതിന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം ഏതെങ്കിലും കാലത്ത് അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യയിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു കാലയളവാണ് 1984. അന്ന് BJPക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ 2 സീറ്റാണ് ഉള്ളത്. ഒന്ന് AB വാജ്പേയി, മറ്റൊന്ന് മുരളി മനോഹർ ജോഷി. ഇവർ 2 പേരും മാത്രമാണ് അന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലുള്ളത്. അപ്പോഴും പക്ഷേ ബിപിൻ ചന്ദ്ര പറയുന്നൊരു കാര്യം, പിന്നീട് ഇന്ത്യയിലെ പല ചരിത്രകാരന്മാരും അത് സൂചിപ്പിച്ചിട്ടുണ്ട്, ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനം, വർഗീയതയുടെ അടിസ്ഥാനം, ഇന്ത്യൻ വർഗീയതയുടെ അടിസ്ഥാനം അത് കൈവരിക്കുന്ന രാഷ്ട്രീയ രൂപങ്ങളോ ആ രാഷ്ട്രീയ രൂപത്തിന് കൈവരുന്ന തെരഞ്ഞെടുപ്പ് വിജയങ്ങളോ അല്ല. അതതിൻ്റെ അവസാനത്തെ ആവിഷ്കാരമാണ്, ഔട്ടർ മാനിഫെസ്റ്റേഷൻസാണ്. വർഗീയത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ചും ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചും ഇന്ത്യയുടെ ദേശീയ സ്വത്വത്തെക്കുറിച്ചുമുള്ള ചില വീക്ഷണങ്ങളോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായി പരാജയപ്പെട്ടാലും വർഗീയത പരാജയപ്പെടില്ല. ഞങ്ങളുടെ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ KN പണിക്കർ എപ്പോഴും പറയുമായിരുന്നൊരു വാക്യമുണ്ട്. അദ്ദേഹം പറയുക, വർഗീയതയെ നിങ്ങൾക്ക് ജാഥ നടത്തി തോൽപ്പിക്കാൻ കഴിയില്ല. അതിൻ്റെ വിശദീകരണമായിട്ട് അദ്ദേഹം പറയുന്നത്, ജാഥയിലും വേണ്ടത്ര വർഗീയവാദികളുണ്ടായിരിക്കും എന്നതാണ്. ജാഥയിൽ വേണ്ടത്ര വർഗീയവാദികളുണ്ട് എന്ന് പറയുന്നത് വർഗീയവാദികളായ രാഷ്ട്രീയ പ്രവർത്തകർ ഇതിൽ കയറുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് മതനിരപേക്ഷവാദികളാണ്, വർഗീയത ഇല്ലാത്തവരാണ് എന്നൊക്കെ സ്വയമേവ ധരിച്ച ആളുകൾ തന്നെ വർഗീയതയുടെ ആശയവ്യവസ്ഥയെ ഉള്ളിൽ പേറി നടക്കുന്നുണ്ട് എന്നർത്ഥത്തിലാണ്. ഇതാണ് ഇന്ത്യൻ വർഗീയതയുടെ ഏറ്റവും മൗലികമായൊരു വ്യതിരിക്തത. നിങ്ങൾക്ക് പുറമേക്ക് വർഗീയതയ്ക്കെതിരായി നിൽക്കാൻ മതനിരപേക്ഷമായി നിലകൊള്ളുന്നു സങ്കല്പിക്കാനും, എന്നാൽ അതോടൊപ്പം തന്നെ വർഗീയതയുടെ ആശയാവലിയെ ഉള്ളിൽ പേറിക്കൊണ്ട് ഒരു കമ്മ്യൂണൽ ഐഡൻറ്റിറ്റി അകമേ കൊണ്ടു നടക്കാനും കഴിയുന്ന ആഭ്യന്തരമായൊരു വഴക്കം വർഗീയതയ്ക്ക് ഇന്ത്യയിലുണ്ട്. അതൊരു പക്ഷേ റേസിസം പോലെ പ്രകടമായി കാണുന്ന ഒരു രൂപത്തിലല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് വർഗീയതയെ മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി സൂക്ഷ്മമായ ചില ആലോചനകൾ വേണം. അതായത് വർഗീയതയുടെ വേരുകളെന്ന് പറയുന്നത് കുറെ കൂടി അഗാധ തലങ്ങളിലാണ്, കുറെ കൂടി പരോക്ഷമാണ്. വിശ്വഹിന്ദു പരിഷത്ത് പോലെയോ അല്ലെങ്കിൽ അക്രമോത്സുകമായ രാഷ്ട്രീയ സംഘാടന രൂപങ്ങൾ പോലെയോ ഒക്കെയുള്ള അതിൻ്റെ ആവിഷ്കാരങ്ങൾ വാസ്തവത്തിൽ വർഗീയതയുടെ ഔട്ടർ മാനിഫെസ്റ്റേഷൻസ് ആണ് എന്ന് പറയാം. ബാഹ്യപ്രകാശനങ്ങളാണ്. വേരുകൾക്ക് ഉള്ളടക്കത്തിന് കുറേ കൂടി ആഴമുണ്ട്, കുറേ കൂടി പരോക്ഷതയുണ്ട്, കുറേ കൂടി അപ്രത്യക്ഷ സ്വഭാവത്തിലാണ് അവയൊക്കെ നിലകൊള്ളുന്നത്. അതെന്ത് എന്നാലോചിക്കുന്ന സന്ദർഭത്തിൽ ബിപിൻ ചന്ദ്ര പറയുന്ന ഒരു വാക്യം ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങളൊരു മതത്തിൽ ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ധരിക്കുന്നിടത്താണ് വർഗീയത ആരംഭിക്കുന്നത്. ഒരു മതത്തിൽപ്പെടുന്നു എന്നത് നിങ്ങളുടെ മതപരമായ സ്വത്വാവസ്ഥ, നിങ്ങളുടെ ഇതര സാമൂഹിക ജീവിത സ്ഥാനങ്ങളെ വിഴുങ്ങുന്ന, നിങ്ങളുടെ സാമ്പത്തിക പരിധിയെ, നിങ്ങളുടെ രാഷ്ട്രീയ പരിധികളെ, നിങ്ങളുടെ സാംസ്കാരിക വിശേഷങ്ങളെ ഒക്കെ വിഴുങ്ങാൻ പോന്ന ഏകമാനമായ ഒരു മാനദണ്ഡമായി മതം എപ്പോഴാണോ സങ്കല്പിക്കപ്പെടാൻ തുടങ്ങുന്നത് അപ്പോൾ അത് വർഗീയതയുടെ അടിസ്ഥാന യുക്തിയായി തീരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ലളിതമായിട്ട് പറഞ്ഞാൽ മറ്റൊരു രൂപത്തിൽ പറയാം, മനുഷ്യരുടെ വ്യക്തി സ്വത്വം എന്നത് അയവാർന്നതാണ്, ദ്രവരൂപമാർന്നതാണ്, അത് ഫ്ലൂയിഡാണ്, അത് പ്ലൂരലാണ്. കാരണം ഒരാൾക്ക് ഒരൊറ്റ പ്രകാരത്തിൽ മാത്രം ജീവിക്കാൻ പറ്റില്ല. ഒരാൾ പല പ്രകാരങ്ങളിൽ ജീവിക്കുന്നു. അയാൾ മകനായിട്ട് ജീവിക്കുന്നു, അച്ഛനായിട്ട് ജീവിക്കുന്നു, സഹോദരനായിട്ട് ജീവിക്കുന്നു, ഒരു തൊഴിലെടുക്കുന്ന ആളായിട്ട് ജീവിക്കുന്നു, യാത്രക്കാരനായിട്ട് ജീവിക്കുന്നു, തെരുവിൽ നടക്കുന്നു. ഈ പ്രകാരങ്ങളിലെല്ലാം അയാൾക്കുള്ളിൽ ഏകമാനമായ ഒരു കേവല സത്തയല്ല ഉള്ളത്. ബന്ധങ്ങളിലൂടെ അത് മാറിക്കൊണ്ടേയിരിക്കും, അയവാർന്നതായി മാറും.
ഈ അയവാർന്ന ആന്തരിക പ്രകൃതത്തെ, അതുകൊണ്ടാണ് കുമാരനാശാൻ മനുഷ്യ മഹത്വത്തിൻ്റെ ഒരു വലിയ മാനദണ്ഡം പോലെ തൻ്റെ കവിതയിൽ ഒരിടത്ത് പറയുന്നുണ്ട്. ദിവാകര യോഗിയെക്കുറിച്ച് പറയുമ്പോൾ പറയും, കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും. കിരീടം ചൂടിയ രാജാവിനെ പോലെ ഒരു ഭാഗത്ത്, കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന കുഞ്ഞിനെ പോലെ മറുഭാഗത്ത്, രണ്ടറ്റത്തും പോയി വരാൻ കഴിയുന്നതാണ് മഹത്വത്തിൻ്റെ ലക്ഷണം. ഇന്ന് ഈ രണ്ടറ്റത്ത് പോയിട്ട് നിന്നിടത്ത് നിന്ന് മരിച്ചു പോകണം മനുഷ്യരായിട്ട് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതെന്തോ മഹത്തായ കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. പണ്ട് മുണ്ടശ്ശേരി പറഞ്ഞതുപോലെ ഈ ഒലക്ക വിഴുങ്ങിയ പോലെയാണ്. ഒലക്ക വിഴുങ്ങിയ പോലെ വടി പോലെ ഇങ്ങനെ നിൽക്കുക. വാസ്തവത്തിൽ അതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ജീവിതത്തിൽ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്ന, മുണ്ടശ്ശേരിയെക്കുറിച്ച് പറയുമ്പോൾ വിജയമാഷ് പറയുന്ന ഒരു വാക്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ മുഖത്ത് നോക്കി കാണുന്ന സത്യം വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്ഥിരത എന്ന് പറയുന്നത് തൻ്റെ ഒരു പ്രേതബാധയല്ല എന്ന് ഗാന്ധി പറയുന്നത് അതുകൊണ്ടാണ്. ഐ മേക്ക് നോ ഹോഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എമേഴ്സണിൽ നിന്ന് കിട്ടിയ ഒരാശയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മാറാനും അയവാർന്ന് നിലകൊള്ളാനും കഴിയുന്നതിന് പകരം സുനിശ്ചിതവും അന്തിമവും ആദിമധ്യാന്ത ഭദ്രവും ഒക്കെയായ ഒരു വ്യക്തിസങ്കല്പത്തെ ഉറപ്പിച്ചെടുക്കുക, അതിൽ നിന്ന് ഭിന്നമായതിനോടൊക്കെ വിദ്വേഷപൂർണമായൊരു മനോഭാവം വച്ചു പുലർത്തുക എന്നത് വാസ്തവത്തിൽ ഫാഷിസത്തിൻ്റെ ഒരു ബീജരൂപമാണ്. ഫാഷിസ്റ്റുകളല്ല എന്ന് സ്വയം കരുതുന്ന ആളുകൾക്കും വേണ്ടത്ര ഇതുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇത് ഫാഷിസത്തിൻ്റെ ബീജരൂപമാണ്. അയവാർന്നതായിരിക്കുക, അപരോന്മുഖമായിരിക്കുക, പ്രിയം അപരപ്രിയം അതൻ പ്രിയം എന്ന് കരുതാൻ കഴിയുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ ആശയമാണ്. അതല്ലാതെ ഒരു അധ്യാത്മത്തിൻ്റെ തത്വമൊന്നുമല്ലാതെ അത് ഏറ്റവും ആഴമുള്ളൊരു രാഷ്ട്രീയ മൂല്യമാണ്. നൈതികതയുടെ ആധാരമാണത്. പ്രിയം അപരപ്രിയം അതൻ പ്രിയം. ഈ അപരപ്രിയത്വമാണ് ഒരു നിലയ്ക്ക് മാഷയൊക്കെ നിരന്തരം കൂടെ കൂട്ടിയിരുന്നത് എന്ന് മാഷ അറിയുന്ന നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വർഗീയത എന്ന് പറയുന്നതിൻ്റെ ഒരു ആധാരം ഈ എന്താ പറയുക, അത്യന്ത ബലിഷ്ഠമായ, ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടോക്സിക് മാസ്കുലിനിറ്റി, ഒരു വിഷമയമായ ഒരു പുരുഷബലം സാമൂഹ്യ ശരീരത്തിൽ ആകമാനം പടരുകയും, ഇപ്പോൾ പറയാൻ എളുപ്പമുള്ളൊരു ഉദാഹരണമുണ്ട്, 56 ഇഞ്ചിൻ്റെ നെഞ്ച് എന്നാണ്. അതാണെങ്കിൽ എളുപ്പം കാര്യം മനസ്സിലാവുമല്ലോ. ഒലയാത്ത ഒരു ബലം. ഈ ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഒരു പുരുഷനെക്കുറിച്ച് മാത്രമൊന്നുമല്ല, അതൊരു വീക്ഷണമാണ്. ചാഞ്ചല്യമില്ലാത്ത, ഒത്തുതീർപ്പുകളില്ലാത്ത, സംവാദ സന്നദ്ധതയില്ലാത്ത, ഒരു നെഗോഷിയേഷനും തനിക്ക് ആവശ്യമില്ല എന്ന് കരുതുന്ന, ഒരു സവിശേഷമായ അന്തിമമായി എന്തിലും തീർപ്പ് തൻ്റെ കയ്യിലുണ്ട് എന്ന് കരുതുന്ന ഒരു മനോഘടന വാസ്തവത്തിൽ ഫാഷിസത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫാഷിസത്തെക്കുറിച്ച് 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ആലോചിച്ച ചിന്തകന്മാരിലൊരാൾ അഡോണോ എന്ന് പറയുന്ന യൂറോപ്പിലെ പ്രാമാണികനായ ചിന്തകൻ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ വളരെ സവിശേഷമായൊരു പേരാണ്, ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്നാണ്. ജ്ഞാനോദയത്തിൻ്റെ വൈരുദ്ധ്യാത്മകത എന്ന ഗ്രന്ഥം അഡോണോയും ഹോർഖൈമറും ചേർന്ന് എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫാഷിസം ആധുനികതയ്ക്കകത്തേക്ക് പുറമേ നിന്ന് വന്നു കയറിയ ഒരപകടമല്ല. ആധുനികതയ്ക്കകത്തേക്ക് നാമൊക്കെ ധരിക്കുന്നത് പോലെ ആധുനികതയുടെ മൂല്യങ്ങളെ, സമത്വഭാവനയെ, ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെ തട്ടിമാറ്റിക്കൊണ്ട് പുറമേ നിന്ന് അതിലേക്ക് കടന്നു കയറിയ ഒരു അധിനിവേശ മൂല്യമല്ല ഫാഷിസം. അതാണ് അഡോണോയുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ്. അദ്ദേഹം പറയുന്നത് ഫാഷിസം ആധുനികതയ്ക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ആധുനികതയ്ക്കുള്ളിൽ ഫാഷിസം ഒളിഞ്ഞു കിടക്കുന്നത്? അത് ആധുനികമായ വ്യക്തിസങ്കല്പങ്ങൾക്കുള്ളിൽ, ആധുനികമായ മനുഷ്യസങ്കല്പങ്ങൾക്കുള്ളിൽ നിലീനമായി കിടക്കുന്ന അപരവിദ്വേഷമാണ്. എങ്ങനെയാണ് സെൽഫിനെ ആധുനികത നിർവചിക്കുന്നത്? ഞാൻ എന്നതിനെ എങ്ങനെയാണ്, എൻ്റെ ഭദ്രതയെ, സെൽഫ് എന്നതിനെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? അഡോണോ പറയുന്നത് ത്രൂ ദ എക്സ്ക്ലൂഷൻ ആൻഡ് ദ അനിഹിലേഷൻ ഓഫ് ദ അതർ.
അപരത്തെ വകഞ്ഞു മാറ്റിയിട്ടും അപരത്തെ ഇല്ലാതാക്കിയിട്ടും. ഞാൻ എളുപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒത്ത പുരുഷനായിത്തീരുന്നത് എപ്പോഴാണ്? ഒരൊത്ത പുരുഷനെന്ന് നമ്മൾ ഒരാളെ സങ്കല്പിക്കുന്നത് എങ്ങനെയാണ്? സ്ത്രീയുടെ ഭാവഭാവങ്ങളില്ലാത്ത, ഭാഷയില്ലാത്ത, ഉടുപ്പും നടപ്പുമില്ലാത്ത, അതെല്ലാം സമ്പൂർണമായി തേച്ചു മാച്ച് കളഞ്ഞ ഒരാളിൽ ഒത്ത പുരുഷത്വം കാണുന്നു. സ്ത്രൈണമെന്ന് വിളിക്കപ്പെടുന്ന ഭാവഭാവങ്ങളോ ഭാഷയോ പെരുമാറ്റശീലങ്ങളോ സമീപനാഭിമുഖ്യങ്ങളോ ഒരാളിൽ കണ്ടാൽ നമ്മൾ അയാളെ കുറഞ്ഞ ഒരാളായിട്ട് കാണാൻ തുടങ്ങും. അതായത് ഒരു പുരുഷൻ എന്ന തിരിച്ചു സ്ത്രീയെ സങ്കല്പിക്കുമ്പോൾ ഇത് തന്നെ സംഭവിക്കുന്നു. അതായത് വ്യക്തി എന്നത് വാസ്തവത്തിൽ അതിൽ തന്നെ പൂർണ്ണതയുള്ള, മറ്റൊന്നിനോടും സംവാദസന്നദ്ധതയില്ലാത്ത, മറ്റൊന്നിലേക്കും തുറക്കേണ്ടതില്ലാത്ത, മറ്റൊന്നിലെയും ഉൾക്കൊള്ളാൻ സന്നദ്ധമല്ലാത്ത ഒരടഞ്ഞ ബലിഷ്ഠ ലോകമാണ് വ്യക്തിത്വം എന്ന് കരുതുന്നിടത്ത് വാസ്തവത്തിൽ ഫാഷിസം കടന്നു വരുന്നുണ്ട്. ഇത് കേരളത്തിൽ മലയാളിയോട് ആദ്യം പറഞ്ഞ ഒരാൾ, ഇന്ന് അത്ഭുതം തോന്നുന്നൊരു വാക്യമാണത്. 1931 കേസരി പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ കേസരി എഴുതുന്നുണ്ട്, ദൃഢവും ഉദ്ഗ്രഥിതവുമായ വ്യക്തിത്വം എന്നത് ഇനി ബുദ്ധിശൂന്യർക്ക് മാത്രമേ ഉണ്ടാകൂ എന്ന് കേസരി ബാലകൃഷ്ണൻ എഴുതി. അസാമാന്യമായൊരു വാക്യമാണ്. ഞാനത് വായിച്ചപ്പോൾ അത്ഭുതത്തോടെയാണ് ആ വാക്യം വായിച്ചത്. ഇന്ന് നിങ്ങൾക്ക് മാസ്കുലിനിറ്റിയെക്കുറിച്ചുള്ള ആശയങ്ങളും അതും ഫാഷിസമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വാക്യം എളുപ്പം മനസ്സിലാവും. മറിച്ച് ആധുനിക വ്യക്തി ഇന്ത്യയിൽ കേരളത്തിലൊക്കെ രൂപമെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ കേസരി കാര്യം പറയുന്നുണ്ട്. ദൃഢമായ ആദിമധ്യാന്ത പൊരുത്തങ്ങളുള്ള ഉദ്ഗ്രഥിതമായ അയവില്ലാത്ത വ്യക്തിത്വം എന്നത് ബുദ്ധിശൂന്യതയുടെ അടയാളമാണ് എന്ന്. ആ ബുദ്ധിശൂന്യത നാടുവാഴുന്നൊരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഗാന്ധി സിനിമ വന്നിട്ടാണ് ഗാന്ധിയെ ലോകം മനസ്സിലാക്കിയതെന്ന് നമ്മുടെ വലിയ നേതാവിന് തോന്നിയത്. ഒരു ഉദാഹരണം കേട്ടോ, മൂപ്പര് പിന്നെ എല്ലാ ദിവസവും ഉദാഹരണം തരുന്നത് കൊണ്ട് ഒന്നായിട്ട് പറഞ്ഞാൽ തീരൂല. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് അഡോണോയുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാഷിസത്തിൻ്റെ വേരേതാണ്? ഫാഷിസത്തിൻ്റെ വേര് അത് തന്നെ അപരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വേറിട്ട് കാണുന്ന ഒരാത്മസങ്കല്പമാണ്. ഈ അപരം എന്താണ്? ആണിനെ സംബന്ധിച്ച് അപരം പെണ്ണാവാം, മനുഷ്യൻ്റെ അപരം പ്രകൃതിയാകാം, വികാരത്തിൻ്റെ അപരം വിചാരമാകാം, ആത്മാവിൻ്റെ അപരം ശരീരമാകാം. ഇങ്ങനെ വിപരീത ദ്വന്ദ്വങ്ങളുടെ തീരാത്ത ഒരു ശൃംഖല സങ്കല്പിച്ച് ആ തീരാത്ത ശൃംഖലയിൽ എവിടെയെവിടെയെങ്കിലുമായി തന്നെ സ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വാസ്തവത്തിൽ ആധുനികത മനുഷ്യനെ നിർവചിച്ചത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഫാഷിസ്റ്റ് ആകാൻ പോകുന്ന ഒരു പൊട്ടൻഷ്യൽ വാസ്തവത്തിൽ മോഡേൺ സെൽഫിനകത്ത് നിലീനമായിരിക്കുന്നു എന്നും ഈ സാധ്യതയാണ് വാസ്തവത്തിൽ ഫാഷിസ്റ്റ് രാഷ്ട്രീയമായി പരിണമിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് അഡോണോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ജ്ഞാനോദയത്തിൻ്റെ തന്നെ ആന്തരിക വൈരുദ്ധ്യങ്ങളെക്കുറിച്ചുള്ള ആലോചന അവതരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ വലിയ ചിന്തകരൊക്കെ ഇതിനെ മറികടക്കാൻ പല രൂപത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട്. താനെന്ന് പറയുന്നത് താൻ ഒറ്റക്കൊരാളല്ലെന്നും താനെന്നതൊരു വലിയ സാമൂഹിക ബന്ധമാണ് എന്നും അവർക്കൊക്കെ അറിയുകയും ചെയ്യാം. ഇപ്പം മാർക്സ് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രധാന വാക്യം മാൻ ഈസ് ആൻ എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്നാണ്. മനുഷ്യൻ സമൂഹ ബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണ്. അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്നത് ലോകബന്ധങ്ങളുടെ ഒരു സവിശേഷ സ്ഥാനത്തെയാണ് ഞാൻ എന്ന് കാണേണ്ടത്. ഈ ബന്ധങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ ഞാനായിത്തീരുന്നു. അല്ലാതെ ബന്ധങ്ങളിലേക്ക് പടരുന്ന ഞാനല്ല, ബന്ധങ്ങളായതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഞാനാണ്. മുൻകൂറായി ഞാൻ നിന്നിട്ട് ഞാൻ ബന്ധപ്പെടുകയല്ല, ബന്ധങ്ങളിലൂടെ ഞാൻ വരികയാണ് ചെയ്യുന്നത്. ഗിവണല്ല, മറിച്ച് ഉണ്ടായി വരുന്നതാണ്. മാൻ ഈസ് ആൻ എൻസംബിൾ. നാരായണ ഗുരുവിന് ഈ അഡോണയോ അല്ലെങ്കിൽ മാർസിനെ ഒന്നും വായിച്ചിട്ടില്ല. പക്ഷേ ഈ ആശയം ഗുരു വളരെ ശക്തമായിട്ട് കൊണ്ടുവന്നതാണ് ഗുരുവിൻ്റെ അപരത്വ ദർശനം എന്ന് പറയുന്നത്. പലരും പ്രകൃതിയെ അപരമായി കണ്ടുകൂടാ എന്നത് വിവേകമുള്ള എല്ലാ മനുഷ്യരും കരുതിയ ഒരു കാര്യമായിരുന്നു. പ്രകൃതി നമുക്ക് കുത്തിക്കിളയ്ക്കാനും ചുട്ടുപൊട്ടിക്കാനും കുത്തിക്കവരാനുമുള്ള അനന്തമായ ഒരു വിഭവ സ്രോതസ്സല്ല എന്നും
പ്രകൃതിയിൽ പ്രകൃതിയുടെ ഭാഗമായി കൂടിയാണ് നമ്മളൊക്കെ കഴിയുന്നത് എന്നും അവരൊക്കെ പല രൂപത്തിൽ പറഞ്ഞു. മാർസിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യം നേച്ചർ ഈസ് ദ ഇനോർഗാനിക് ബോഡി ഓഫ് ദ ഹ്യൂമൻ ബീയിങ് എന്നതാണ്. മനുഷ്യൻ്റെ അജൈവ ശരീരമാണ് പ്രകൃതി. അതുകൊണ്ട് എൻ്റെ ജൈവ ശരീരം എന്നത് ഇതാണ്. ഈ ജൈവ ശരീരം സാധുവാകുന്നത്, സാധ്യമാകുന്നത് അജൈവ ശരീരമായ പ്രകൃതിക്കുള്ളിലാണ്. അതുകൊണ്ട് എനിക്ക് കീഴടക്കാൻ പോകുന്ന ഒരു വിപരീത സ്ഥാനമല്ല, ഞാനായി തുടരുന്ന, എന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, എന്നെ സാധ്യമാക്കുന്ന ഒരു സംസ്ഥാപന സ്ഥാനമാണ് പ്രകൃതി. ഞാൻ പുറത്തല്ല. പക്ഷെ ആധുനികത ഉണ്ടാക്കുന്നൊരു യുക്തി പ്രകൃതി നിങ്ങൾക്ക് നോക്കിക്കാണാനുള്ള, കണ്ട് രസിക്കാനുള്ള, കവർന്നെടുക്കാനുള്ള വിഭവമാണ് എന്നാണ്. റൈമണ്ട് വില്യംസ് അദ്ദേഹത്തിൻ്റെ താക്കോൽ വാക്കുകൾ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ നേച്ചർ എന്ന വാക്ക് ചർച്ച തുടങ്ങുന്ന സമയത്ത് എഴുതുന്ന ആദ്യ വാക്യം പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള എന്തോ എന്നാണ് നാം കരുതുക എന്നാണ്. ഈ ധാരണ നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ്. അങ്ങനെയല്ല എന്ന് കരുതി ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാനൊരു കവിയെക്കുറിച്ചുകൂടി ഇവിടെ പറയാം. അത് എടശ്ശേരിയാണ്. എടശ്ശേരിയുടെ പള്ളിക്കൂടത്തിലേക്ക് എന്ന കവിതയിൽ മകനെയും കൊണ്ട് ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോകാനൊരുങ്ങുന്ന അച്ഛൻ കുഞ്ഞിനോട് പറയുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്: നിന്നെയും കാത്ത് പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളങ്കിളികൾ, പ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലൂ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. നിനക്ക് കിളിയുടെ വാക്കറിയാമല്ലോ, അതുകൊണ്ട് കിളിയോടും കൂടി യാത്ര പറയൂ. അടുത്ത വരി: നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു, മന്ദം നാവിൽ നിന്ന് അപ്പാടെ പോയി കഴിഞ്ഞു നാനാ ജഗന്മനോരമ്യ ഭാഷ. ആ പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. നാനാ ജഗന്മനോരമ്യം. ഈ നാനാ ജഗന്മനോരമ്യതയെ നിലനിർത്തുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. അതിനെ ഇല്ലാതാക്കുക എന്നതാണ് ഫാഷിസത്തിൻ്റെ പ്രയോഗം. അതുകൊണ്ട് ഈ നാനാ ജഗന്മനോരമ്യത, ഇത് ഞാൻ പറയുന്നത് വളരെ കുറെ കൂടി സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നതിൻ്റെ അർത്ഥം പ്രകൃതി ഒരു കേവല വസ്തുവാണെന്നോ പാരിസ്ഥിതികതയുടെ ഒരു കാൽപ്പനിക യുക്തി കാണുന്നത് പോലെ ചാഞ്ചല്യമില്ലാത്തൊരു കേവല സ്ഥാനമായിട്ട് എന്നും പ്രകൃതി നിലനിൽക്കുന്നു എന്നൊന്നുമല്ല. അങ്ങനെ നിൽക്കുകയുമില്ല. മാനുഷികമായി തന്നെയാണ് പ്രകൃതി, പ്രാകൃതികമായാണ് മനുഷ്യൻ. അവ തമ്മിലുള്ള അന്യോന്യ ബന്ധത്തിലാണ് ഈ നിൽപ്പ് തന്നെ. പക്ഷെ അത് തിരിച്ചറിയേണ്ടതുണ്ട്. അപരല്ല. ഈ അപരഭാവന നമ്മുടെ ആധുനികതയ്ക്കുള്ളിലെ അതിപ്രബലമായൊരു അപകടമാണ്. വാസ്തവത്തിൽ വർഗീയതയുടെ അടിസ്ഥാന യുക്തി ഈ അപരഭാവനയാണ്. അതുകൊണ്ട് ആധുനികതയും വർഗീയതയും തമ്മിലൊരു കൊടുക്കൽ വാങ്ങലുണ്ട്. ബിപിൻ ചന്ദ്ര ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്, വർഗീയത പ്രാചീനമല്ല, വർഗീയത മധ്യകാലപരം പോലുമല്ല, വർഗീയത ഒരാധുനിക രാഷ്ട്രീയ പ്രതിഭാസം, ഒരു മോഡേൺ പൊളിറ്റിക്കൽ മൂവ്മെൻ്റാണ് കമ്മ്യൂണലിസം. ഇത് ഞാൻ ഇത്ര എടുത്തു പറയാൻ കാരണം, മതങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും സംഘർഷങ്ങളും ഒന്നും തീർത്തും പുതിയതല്ല. പക്ഷേ വർഗീയത എന്ന് പറയുന്നത് മതങ്ങളെ ചൊല്ലിയുള്ള വെറും തർക്കങ്ങളോ സംഘർഷങ്ങളോ അല്ല. വർഗീയത എന്നതിൽ കുറെ കൂടി ആഴത്തിൽ, ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇവിടെ പറയാൻ മുതിരുന്നില്ല. കാരണം വർഗീയതയ്ക്ക് അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്, സാമ്പത്തിക ഉള്ളടക്കമുണ്ട്, പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കമുണ്ട്, വൈജ്ഞാനികമായ താല്പര്യങ്ങളുണ്ട്, പല ആഭിമുഖ്യങ്ങൾ, പല പ്രകാരങ്ങളുണ്ട്. അതിലൊരു ഘടകത്തെക്കുറിച്ച് മാത്രമേ ഞാനിവിടെ മുഖ്യമായിട്ടും ഒന്നുകൂടി കുറച്ച് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ മുതിരുന്നുള്ളൂ. അത് ഈ അപരനിർമ്മാണത്തിൻ്റെ യുക്തി വർഗീയത എങ്ങനെ കണ്ടെടുക്കുന്നു, ഉണ്ടാക്കിയെടുക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. ഇതിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ആധുനിക ഇന്ത്യയുടെ ചരിത്രഭാവന, രണ്ട് ഇന്ത്യൻ ദേശീയത. ഇത് രണ്ടും തമ്മിലുള്ള കെട്ടിമറിയലുകളാണ് നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സംസ്കാരത്തെയും അടിസ്ഥാനപരമായ ഒരു കമ്മ്യൂണൽ പൊട്ടൻഷ്യലുള്ള ഒന്നാക്കി എപ്പോഴും നിലനിർത്തുന്നത്.
അതാണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യം. വർഗീയ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ ജയിച്ചോ ഇല്ലയോ എന്നുള്ളത് വാസ്തവത്തിൽ അത്ര പ്രധാനമല്ല. വർഗീയ രാഷ്ട്രീയത്തിനുള്ള പൊട്ടൻഷ്യൽ, അതിൻ്റെ ഒരു ആന്തരിക സാധ്യത ഇന്ത്യൻ സമൂഹം എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുണ്ട്, ആധുനികത മുതൽ, ആരംഭഘട്ടം മുതൽ. വാസ്തവത്തിൽ അതിൻ്റെ ദീർഘചരിത്രം എടുത്താൽ അത് രാഷ്ട്രീയമായി എങ്ങനെ നിലവിൽ വന്നു, ചരിത്രപരമായി അതെങ്ങനെ സ്ഥാപിക്കപ്പെട്ടു എന്നത് വളരെ വിശദമായി പരിശോധിക്കേണ്ടതാണ്. അത് മുഴുവൻ നമ്മുടെ ഈ ഒരു സമയപരിധിയിലുള്ളിൽ നിന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ ഒരു ചെറിയ രൂപരേഖ മാത്രം പറഞ്ഞ് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ ചരിത്രം എഴുതാനായിട്ട് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയന്മാർ, ഇമ്പീരിയൽ ഹിസ്റ്റോറിയന്മാർ തുടങ്ങുന്ന സമയത്ത് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ അടിസ്ഥാന താല്പര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഒരു പ്രാകൃത സമൂഹമാണെന്നും ആ പ്രാകൃത സമൂഹത്തെ വെളിച്ചത്തിലേക്കും സംസ്കാരത്തിലേക്കുമൊക്കെ നയിക്കുന്നത് തങ്ങളാണെന്നും സ്ഥാപിക്കലായിരുന്നു. അന്ന് അതിനൊരു പ്രത്യേക പേരുണ്ടായിരുന്നു, സിവിലൈസിങ് മെഷീൻ എന്ന് പറഞ്ഞിട്ട്, മിഷൻ. നാഗരികമാക്കി തീർക്കുക, അപരിഷ്കൃതരായ, കാടന്മാരായ, സംസ്കാരശൂന്യരായ ഒരു ജനതയെ വെളിച്ചത്തിലേക്ക് നയിക്കുക, അതാണ് തങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് തങ്ങൾ ചെയ്യുന്നതെങ്കിൽ തങ്ങൾ ഭരിക്കുന്ന സമൂഹത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നത് വിശദീകരിക്കേണ്ടതുണ്ട്. ആ വിശദീകരണം ആദ്യം നടത്തുന്ന ഒരാൾ 1818 ഇന്ത്യാ ചരിത്രം വിസ്തരിച്ചെഴുതിയ സർ ജെയിംസ് മിൽ എന്നു പേരായ ചരിത്രകാരനാണ്. ജെയിംസ് മില്ലിനെ ഞാൻ ഇപ്പോഴും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മൂപ്പര് തുടങ്ങി വെച്ച പണി 2 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഒരു തടസ്സവുമില്ലാതെ ഇന്ത്യയിൽ തുടരുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ഒരു തടസ്സവുമില്ലാതെ, മാറിയെന്നൊക്കെ തോന്നും എന്ന് മാത്രം. എന്താണ് മൂപ്പര് തുടങ്ങി വെച്ച പണിയെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ഭൂതകാലത്തെ മതപരമായി വിഭജിക്കുക. ക്രിസ്തു വർഷം 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയെ ഹിന്ദു ഇന്ത്യ എന്ന് വിളിക്കുക, 12 മുതൽ 17 വരെയുള്ള നൂറ്റാണ്ടുകളെ മുസ്ലിം ഇന്ത്യ എന്ന് വിളിക്കുക. അതിനുശേഷമുള്ള കാലത്തെ അദ്ദേഹം ക്രിസ്ത്യൻ ഇന്ത്യ എന്നല്ല വിളിച്ചത്, മറിച്ച് ബ്രിട്ടീഷ് പീരീഡ് എന്നാണ് വിളിച്ചത്. BD ബസു എന്നു പേരായ ഒരു ചരിത്രകാരൻ പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതിയപ്പോൾ ഈ ജെയിംസ് മില്ലിൻ്റെ വിശദീകരണ രീതിയോട് പ്രതികാരം വീട്ടാൻ എന്നുള്ള മട്ടിൽ ആ ഗ്രന്ഥത്തിന് കൊടുത്ത പേര് ദ റൈസ് ഓഫ് ക്രിസ്ത്യൻ പവർ ഇൻ ഇന്ത്യ എന്നാണ്. ബ്രിട്ടീഷ് പവർ എന്നല്ല, ക്രിസ്ത്യൻ പവർ. വാസ്തവത്തിൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യൻ ഭൂതകാലത്തെ ഹിന്ദു എന്ന് വിളിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല എന്ന് നമുക്കറിയാം. കാരണം ഹിന്ദുമതം എന്ന ഒരു മതം അന്ന് വ്യവഹാരത്തിലില്ല. ഹിന്ദു എന്ന വാക്ക് തന്നെ ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടോടെയാണ് ഇന്ത്യയിൽ പ്രചാരത്തിൽ വരുന്നത്. അപ്പം പോലും ഒരു ധർമ്മസങ്കല്പം എന്നല്ലാതെ വ്യവസ്ഥാപിതമായൊരു മതം എന്നർത്ഥം ആ വാക്ക് കൈവരിച്ചിട്ടില്ല. റോമില ഥാപ്പർ അതേക്കുറിച്ച് പറയുന്നത്, വിക്രമാദിത്യൻ്റെ സദസ്സിൽ ചെന്ന്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ചക്രവർത്തിയാണല്ലോ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. വിക്രമാദിത്യൻ്റെ സദസ്സിൽ ചെന്ന് നിങ്ങളൊരു ഹിന്ദുവാണോ എന്ന് അയാളോട് ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് ആ ചോദ്യം മനസ്സിലാവുമായിരുന്നില്ല എന്നാണ്. കാരണം ഈ വാക്ക് ഓടിത്തെളിഞ്ഞിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. എങ്കിലും 12-ാം നൂറ്റാണ്ട് വരെ, ഈ 12-ാം നൂറ്റാണ്ടിനിടയിലാണ് ബ്രാഹ്മണമതത്തെ അടിമുടി വെല്ലുവിളിച്ച് അതിൻ്റെ പല മടങ്ങ് ശക്തിയിൽ ഇന്ത്യൻ ജീവിതത്തിൽ വ്യാപിച്ച ബുദ്ധമതമുള്ളത്, ജൈനമതമുള്ളത്. ഇതിനിടയിലാണ് ശാകന്മാർ, കുശാനന്മാർ, ഇൻഡോ പാർത്തിയന്മാർ, ബാക്ട്രിയൻ ഗ്രീസുകാർ ഇവരൊക്കെ ഇവിടേക്ക് വരികയും ഇതിൻ്റെ എല്ലാം സ്വാധീനം കൊണ്ട് ഇന്ത്യ കലങ്ങി മറിയുകയും ചെയ്തത്. അതാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഉദയം വരെയുള്ള 4-5 നൂറ്റാണ്ടുകളുടെ ഇടവേളയിൽ ഉത്തരഭാരത ജീവിതത്തെ ആകെ തന്നെ വർണ്ണശബളമാക്കുന്നത് ഈ വരവാണ്. അവർ കൊണ്ടുവന്ന ആശയങ്ങൾ, അവർ കൊണ്ടുവന്ന ജീവിത മൂല്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ സംസ്കൃതിയുടെയും ജീവിത പ്രയോഗങ്ങളുടെയും ഭാഗമായി തീർന്നു. അങ്ങനെ ഭാഗമായി തീർന്ന എത്രയോ പാരമ്പര്യങ്ങൾ കൂടിക്കലർന്നുണ്ടായ ഒരു ജീവിത വ്യവസ്ഥയെ ഒരു മാനദണ്ഡവുമില്ലാതെ ഒരു മതത്തിൻ്റെ ഫ്രെയിമിലേക്ക് തള്ളി നീക്കുകയാണ് സാമ്രാജ്യ ചരിത്രകാരന്മാർ ചെയ്തത്. ഇപ്പോഴും അത് തുടരുന്നു. ഇന്നും ഇതിനൊരു മാറ്റമില്ല. പ്രാചീന ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവമാണ് എന്ന കാര്യത്തിൽ വല്ല സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പോഴും ഈ വാക്ക് തന്നെ ഇല്ല കേട്ടോ. ഞാൻ കൗതുകമുള്ളൊരു
കാര്യം പറയാം. സംസ്കാരം എന്ന വാക്കിനെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ പി ഗോവിന്ദപ്പിള്ള അതേക്കുറിച്ച് എഴുതിയൊരു പഴയ ലേഖനം കാണാനിടയായി. അപ്പോൾ പി ജി അതിൽ പറയുന്നത് ശബ്ദധാരാവലിയുടെ 1-ാം പതിപ്പ് 1923 പ്രസിദ്ധീകരിച്ച സമയത്ത് അതിൽ സംസ്കാരം എന്ന വാക്കുണ്ടായിരുന്നെങ്കിലും ആ സംസ്കാരം എന്ന വാക്കിന് അന്ന് കൊടുത്തിരുന്ന അർത്ഥം ഇതൊന്നുമല്ല. രണ്ടർത്ഥമാണുള്ളത്. ഒന്ന് ഷോഡശ സംസ്കാരം, ബ്രാഹ്മണരുടെ ദൈനംദിന ആചാരവുമായി ബന്ധപ്പെട്ട ഷോഡശ സംസ്കാരം. 2 ശവസംസ്കാരം. അതല്ലാതെ ഇന്നത്തെ ഈ സാംസ്കാരിക സമ്മേളനം, സാംസ്കാരിക പ്രവർത്തനം, സാംസ്കാരിക നായകന്മാർ, സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഈ ഏർപ്പാടൊന്നും 100 കൊല്ലം മുമ്പില്ല. 100 കൊല്ലം. ശ്രീകണ്ഠേശ്വരത്തിൻ്റെ മകൻ 1950 ശബ്ദധാരാവലി പരിഷ്കരിച്ചപ്പോഴാണ് വിദ്യാഭ്യാസവും മറ്റും കൊണ്ട് മനുഷ്യർക്ക് കൈവരുന്ന മാനസികമായ ഗുണവിശേഷം എന്നൊരു വിശദീകരണം കൊടുത്ത് നമ്മൾ ഇന്ന് കരുതുന്ന അർത്ഥത്തോടെ ഏതാണ്ട് ഈ വാക്കിനെ അടുപ്പിച്ചത്. അതായത് 75 കൊല്ലം. ഇപ്പം എന്താ പറച്ചിൽ? 5000 കൊല്ലം പഴക്കമുള്ള ഭാരത സംസ്കാരമാണ്. വാക്കോടി തുടങ്ങിയിട്ട് 100 കൊല്ലമായുള്ളൂ. പക്ഷെ പറച്ചിലിന് കുറവൊന്നുമില്ല. ഞാൻ പറയണത് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കും. അത് പലതിലും അങ്ങനെ കിടക്കും. ഇതുപോലൊരു ഒന്നാണ് ഹിന്ദു എന്ന വാക്ക്. ഇതുപോലെ മധ്യകാല ഇന്ത്യയെ ഇസ്ലാമികെന്ന് വിളിച്ചു. വാസ്തവത്തിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം ഉണ്ടായിട്ടേയില്ല. മതനിയമങ്ങൾക്കനുസരിച്ച് ഇന്ത്യയെ ഭരിച്ച ഒരു ഇസ്ലാമിക ഭരണാധികാരിയും ഇന്ത്യയിലില്ല. മുസ്ലിങ്ങൾ ഭരണാധികാരികളായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇസ്ലാമിക ഭരണം ഉണ്ടായിട്ടില്ല. ഔറംഗസീബ് അടക്കം ഇസ്ലാമിക ഭരണാധികാരികളല്ല. മുഗൾ സാമ്രാജ്യത്തിനുള്ളിൽ ഉലമാക്കളും രാജാക്കന്മാരും തമ്മിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തർക്കങ്ങളിലൊന്ന് പ്രധാനപ്പെട്ട അധികാരം മതാധികാരമാണോ രാജാധികാരമാണോ എന്ന്. കൗതുകമുള്ളൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ മതാധികാരമാണ് വലുത് എന്നുള്ള ഉലമാക്കളുടെ വാദത്തെ വെല്ലുവിളിക്കാൻ അക്ബർ ചെയ്ത ഒരു കാര്യം, മഹാഭാരതം പരിഭാഷപ്പെടുത്തിയിട്ട് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അതിലെ ശാന്തിപർവ്വ ഭാഗങ്ങൾ കൊട്ടാരത്തിലെ അധ്യയന പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി. കാരണം ശാന്തിപർവ്വം അർത്ഥശാസ്ത്രത്തിൽ നിന്ന് കിട്ടിയ ആശയങ്ങളാണ് ശാന്തിപർവ്വത്തിൽ മുഖ്യമായിട്ടുള്ളത്. ശാന്തിപർവ്വം പരമാധികാരം നൽകുന്നത് രാജാവിനാണ്, മതത്തിനല്ല. മതമെന്നൊക്കെ പറയുന്നത് രാജാവിന് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നല്ലാതെ പൗരോഹിത്യത്തിനോ മതത്തിനോ രാജാധികാരത്തിനു മുകളിൽ ഒരു പദവിയും അർത്ഥശാസ്ത്രമോ ശാന്തിപർവ്വമോ നൽകുന്നില്ല. ശാന്തിപർവ്വത്തെ റസംനാമ എന്ന പേരിൽ മഹാഭാരതം വിവർത്തനം ചെയ്യിച്ച് അതിലെ ഈ ശാന്തിപർവ്വ ഭാഗത്തെ കൊട്ടാര പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നുണ്ട് അക്ബർ. അതിൽ അദ്ദേഹം സ്ഥാപിക്കുന്നത് ഉലമാക്കൾ പറയുന്നത് പോലെ മതമല്ല പ്രധാനം, രാജാധികാരമാണ് പ്രധാനം. എന്ന് വെച്ചാൽ ഞാനാണ് പ്രധാനിയെന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. പക്ഷെ അക്ബർ വലിയ മനുഷ്യനായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഉള്ള ആളുകളെ കാണുമ്പോഴാണ് ഇവരൊക്കെ എത്ര വലിയ മനുഷ്യരായിരുന്നു എന്ന് ഓർക്കുന്നത്. അങ്ങനെയും കൂടിയാണ്. ഇപ്പോൾ പഴയൊരു കഥയുള്ളത്, MS സുബ്ബലക്ഷ്മിയുടെ കച്ചേരി കഴിഞ്ഞപ്പോൾ നെഹ്റുവിനോട് സുബ്ബലക്ഷ്മിയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ പറഞ്ഞു അത്രേ. അപ്പോൾ നെഹ്റു ഒരു വാക്യമേ പറഞ്ഞുള്ളൂ, ഹൂ ആം ഐ മിയർ ഒൺലി എ പ്രൈം മിനിസ്റ്റർ ടു താങ്ക് ദിസ് ക്യൂൻ ഓഫ് മ്യൂസിക് എന്നു. സംഗീതത്തിൻ്റെ ഈ മഹാരാജ്ഞിക്ക് നന്ദി പറയാൻ വെറുമൊരു പ്രധാനമന്ത്രിയായ ഞാൻ ആരാണ്? നോക്കൂ, മിയർ ഒൺലി എ പ്രൈം മിനിസ്റ്റർ. മൃണാളിനി സാരാഭായി അന്തരിച്ചപ്പോൾ ഒരു അനുശോചന വാക്യം പറയാൻ ഇന്ത്യയിൽ ഒരു ഭരണകൂടം ഉണ്ടായില്ല. അതുകൂടി ഇതോടൊപ്പം ഓർക്കണം. 30 കൊല്ലക്കാലം ലോകം മുഴുവൻ ഇന്ത്യയുടെ പ്രതീകമായിട്ട് സഞ്ചരിച്ച ആളായിരുന്നു മൃണാളിനി. മല്ലിക സാരാഭായി ആ ശവശരീരത്തിന് മുമ്പിൽ നൃത്തം ചെയ്തു എന്നല്ലാതെ ഇന്ത്യയിൽ ഒരു ഭരണകൂടവും, ഗുജറാത്ത് ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റോ അവരെക്കുറിച്ച് ഒരു വാക്കും പറയുണ്ടായില്ല. രണ്ടറ്റങ്ങൾ എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പറയണത് ഈ മുമ്പ് ഇത് വെറുതെ ഒരു വാക്യമായിരുന്നു, മിയർ ഒൺലി എ പ്രൈം മിനിസ്റ്റർ. വേണമെങ്കിൽ ഒരു തമാശയായിട്ട് കാണാമായിരുന്നു. ആ തമാശയ്ക്ക് എന്തൊരു ഭാരമാണ് എന്ന് നാം ഇപ്പോൾ തിരിച്ചറിയുന്നു. വേറെ ചിലരെ കൊണ്ടുള്ള ഗുണം അതാണ്. ചിലതിന് അർത്ഥം കൂടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മധ്യകാല ഇന്ത്യയെ മുഴുവൻ മതവൽക്കരിച്ച് അത് മുഴുവൻ ഇസ്ലാമികമാണ് എന്ന് സ്ഥാപിക്കുകയും അവിടം കൊണ്ട് തീർന്നില്ല. മധ്യകാലത്തെ ഇസ്ലാമും അതിനു മുമ്പ് നിലവിൽ വന്ന ഹിന്ദു മതവും തമ്മിൽ തീർത്താൽ തീരാത്ത യുദ്ധങ്ങളും സംഘർഷങ്ങളുമായിരുന്നു എന്നും ആ സംഘർഷങ്ങളുടെ അഥവാ മതയുദ്ധങ്ങളുടെ കഥയാണ് ഭാരതത്തിൻ്റെ പൂർവ്വകാല ചരിത്രമെന്നുമാണ്
ബ്രിട്ടീഷ് ഹിസ്റ്റോറിയന്മാർ സ്ഥാപിച്ച ഒരു കാര്യം. ഇതിന്നും തുടരുന്നു. അതുകൊണ്ട് ബാബർ വന്നു പള്ളി പൊളിച്ചു എന്ന് പറയുന്നു, അമ്പലം പൊളിച്ചു എന്ന് പറയുന്നു. നോക്കൂ, ബാബർ വന്നിട്ട് 1-ാം പാനിപ്പറ്റിലും 2-ാം പാനിപ്പറ്റിലും യുദ്ധം ചെയ്തത്, 1-ാം പാനിപ്പറ്റിൽ സ്വയം തോറ്റ് 2-ാം പാനിപ്പറ്റിൽ തോൽപ്പിച്ചത് ഒരു മുസൽമാനെ തന്നെയാണ്. അയാളുടെ പേര് ഇബ്രാഹിം ലോധി എന്നാണ്, അല്ലാതെ ഹിന്ദുവിനെ ഒന്നുമല്ല. ഹിന്ദുവിനെ തോൽപ്പിച്ചിട്ടല്ല മൂപ്പർ ഇന്ത്യയിൽ അധികാരം നേടിയത്. അത് 2-ാം പാനിപ്പറ്റിൽ അദ്ദേഹം ജയിക്കുന്നത് ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചിട്ടാണ്. ഔറംഗസീബിന് വേണ്ടി ശിവജിയോട് യുദ്ധം ചെയ്ത് ശിവജിയെ തടവിലാക്കുന്ന ആളുടെ പേര് രാജാ ജയസിംഹൻ എന്നാണ്, രജപുത്ര തലവനാണ് ജയസിംഹൻ. അല്ലാതെ ഹിന്ദുക്കളെല്ലാം കൂടി ശിവജിയുടെ കൂടെ, മുസ്ലിങ്ങളെല്ലാം കൂടി ഔറംഗസീബിൻ്റെ കൂടെ എന്ന മട്ടിൽ ഇന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന വിടുവായത്തങ്ങൾ വാസ്തവത്തിൽ എത്രമേൽ മാരകമായ സാമൂഹ്യ വിപത്താണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എടുത്തു നോക്കിയാൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് 2 ചിത്രം കാണാൻ പറ്റും. 16-ാമത്തെ അധ്യായത്തിൻ്റെ മുകളിൽ ഒരു ഭാഗത്ത് ഝാൻസി റാണി, മറ്റൊരു ഭാഗത്ത് ടിപ്പു സുൽത്താൻ. ഇന്ന് ടിപ്പു സുൽത്താൻ രാജ്യദ്രോഹിയാണല്ലോ. നോക്കൂ, ഇന്ത്യയുടെ ഇങ്ങനെ ദീർഘകാല ചരിത്രത്തിൽ മതങ്ങളും സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ തമ്മിൽ കൂടിക്കലർന്നുണ്ടായ, എടശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നാനാജഗന്മനോരമ്യമായ ആ ജീവിത മൂല്യത്തെയാണ് വാസ്തവത്തിൽ മതത്തിൻ്റെ ഏകാത്മകത കൊണ്ട് മറച്ചു പിടിച്ച് പ്രാചീന ഭാരതം ഹൈന്ദവം, മധ്യകാല ഭാരതം ഇസ്ലാമികം, പ്രാചീന ഭാരതത്തിൻ്റെ മുഴുവൻ മഹിമയെയും തകർത്ത മധ്യകാലത്തെ ഇസ്ലാമിക അധിനിവേശം എന്ന വാക്യം ഇവരുണ്ടാക്കിയെടുക്കുന്നത്. ഇൻവേഷൻ എന്നാണ് പറയുന്നത്. ആദ്യം വന്നത് ഇസ്ലാമൊന്നുമല്ല, ആദ്യം വന്നത് ആര്യന്മാരാണ്. അതിനു മുമ്പ് സ്റ്റെപ്പി മേഖലകളിൽ നിന്ന് വന്ന കർഷകരാണ് ഇൻഡസ് വാലി കെട്ടിപ്പടുത്തത്. അതുകൊണ്ട് വന്നവരുടെ കഥ എടുക്കുകയാണെങ്കിൽ എല്ലാം വന്നവർ തന്നെയാണ്. ഒരു വരവല്ല, ഒരുപാട് വരവുകൾ. അതിൽ അവസാനത്തെ വരവേ നമ്മൾ കൂട്ടുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. വരവെടുക്കുകയാണെങ്കിൽ എല്ലാ വരവും എടുക്കണം. അങ്ങനെ വന്ന് കലങ്ങിയുണ്ടായ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇന്ത്യയുടെ ഭൂതകാലത്തെ മതപരമായ ഏകാത്മകതയിലേക്ക് സംഗ്രഹിക്കുകയും ആ ഏകാത്മക മതസ്വത്വങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും ശത്രുതകളുമാണ് ഇന്ത്യയുടെ ഭൂതകാലം എന്ന് വരുത്തുകയും ആ ശത്രുതയുടെ അസംസ്കൃതത്വത്തിൽ നിന്ന്, ആ ശത്രുതയുടെ തകർച്ചയിൽ നിന്ന്, അതുണ്ടാക്കിയ തകർച്ചയിൽ നിന്ന് ഈ രാഷ്ട്രത്തെ രക്ഷിക്കുന്നവരാണ് തങ്ങൾ എന്ന് വാദിക്കുകയും ചെയ്യുന്ന യുക്തിയാണ് ഇമ്പീരിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി സ്ഥാപിച്ചെടുത്തത്. ഞാനിത് ഇത്രയും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും ഇന്ത്യയിൽ വർഗീയവാദം ഏറ്റെടുക്കുന്ന 1-ാമത്തെ വാദഗതി ഇത് തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് മധ്യകാലത്ത് ഇസ്ലാമിക അധിനിവേശം. മധ്യകാലം തകർച്ചയുടെ, സംസ്കാരശൂന്യതയുടെ, അധിനിവേശത്തിൻ്റെ കാലമാണ് എന്ന വാദം. ഈ മധ്യകാലത്താണ് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ മിക്കവാറും എല്ലാ വലിയ നിക്ഷേപങ്ങളും ഉണ്ടായത്. കർണാടക സംഗീതം ഉണ്ടായത്, ഹിന്ദുസ്ഥാനി ഉണ്ടായത്, കഥകളി ഉണ്ടായത്, ഇന്ത്യൻ ഭാഷകൾ മുഴുവൻ ഉണ്ടായത്, ഭക്തിപ്രസ്ഥാനം ഉണ്ടായത്, കഥക്കും ഒഡീസിയും അടക്കമുള്ള നമ്മുടെ നൃത്തരൂപങ്ങളുണ്ടായത്, മിനിയേച്ചർ പെയിൻറ്റിംഗ് ഉണ്ടായത്, മുഗൾ വംശാവലി ഉണ്ടായത്, നമ്മുടെ ആർക്കിടെക്ചറൽ ട്രഡീഷൻ മുഴുവൻ ഉണ്ടായത് മുഴുവൻ ഈ മധ്യകാലത്താണ്. ഈ മധ്യകാലത്തെയാണ് യൂറോപ്യൻ മധ്യകാലത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലെ ഇരുണ്ട യുഗം, അധിനിവേശത്തിൻ്റെ യുഗം, സംസ്കാര തകർച്ചയുടെ യുഗം എന്നവതരിപ്പിക്കുകയും അത് ഇന്ത്യയുടെ ഭാരതീയമായ സുദീർഘ പാരമ്പര്യത്തിൻ്റെ അതറാണ് എന്ന നിലയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തത്. ഇതിവിടം കൊണ്ട് അവസാനിച്ചില്ല. ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്ന സമയത്ത് ദേശീയവാദികളായ ഇന്ത്യൻ ചരിത്രകാരന്മാർ അവർ ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഈ മഹത്വസങ്കല്പത്തെ ഏറിയും കുറഞ്ഞും ഏറ്റെടുക്കുകയും അത് ബോധപൂർവം ഒരു സാമ്രാജ്യത്വ യുക്തി ഏറ്റെടുക്കുന്നു എന്ന നിലയിലായിരുന്നില്ല, മറിച്ച് അവർ തങ്ങളുടെ ഭൂതകാലത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചെയ്തതാണ്. പക്ഷേ ഈ ഗ്ലോറിഫിക്കേഷൻ വഴിയുണ്ടായ ഒരു കൗണ്ടർ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂതകാലത്തെ അമിതമായി ആദർശവൽക്കരിക്കുമ്പോൾ പിന്നാലെ വന്ന കാലം ഇരുണ്ടതായിത്തീരും. അതുകൊണ്ട് മധ്യകാലത്തെ അപരവൽക്കരിക്കുന്ന സാമ്രാജ്യത്വ രാഷ്ട്രീയത്തിൻ്റെ യുക്തിയെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് വലിയ ദേശാഭിമാനികളായ ചരിത്രകാരന്മാരും ഏറ്റെടുക്കുകയുണ്ടായി. ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ചരിത്രകാരനായി തീർന്ന ഭാരതീയ വിദ്യാഭവൻ 11 വോള്യങ്ങളായി
പ്രസിദ്ധീകരിച്ച ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ എന്ന ഗ്രന്ഥ പരമ്പരയുടെ എഡിറ്ററും അതിൻ്റെ പ്രധാന രചയിതാവുമായിരുന്ന R.C. മജുംദാർ. R.C. മജുംദാർ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് എഴുതുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: മധ്യകാല ഇന്ത്യയിലെ മതങ്ങളായിരുന്ന ഇസ്ലാമും ഹിന്ദു മതവും അതിലുൾപ്പെട്ട ആളുകൾ തമ്മിൽ സംയോജിതമായ ജീവിതം പോയിട്ട് പരസ്പര സഹകരണം പോലും സാധ്യമായിരുന്നില്ല എന്ന് മജുംദാർ എഴുതുന്നു. ഇയാളൊരു കമ്മ്യൂണൽ ഹിസ്റ്റോറിയൻ അല്ല കേട്ടോ, ഇയാൾ വർഗീയവാദിയല്ല, ഇയാൾ ദേശീയ ചരിത്രകാരൻ. ഞാൻ പറയണത് എങ്ങനെയാണ് ദേശീയ ചരിത്രം ചെന്ന് വർഗീയതയുടെ യുക്തികളെ അതേപടി ആവർത്തിക്കുന്ന. നോക്കൂ, സാമൂതിരി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് ഈ എല്ലാ മുസ്ലിങ്ങളും 5 നേരം നിസ്കരിക്കണം എന്നാണ്. സാമൂതിരി തീരപ്രദേശത്തെ മുക്കുവക്കുടലുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് ഇസ്ലാമിനോടുള്ള വലിയ ആഭിമുഖ്യം കൊണ്ടൊന്നുമല്ല. സാമൂതിരിയുടെ കച്ചവടം നടത്തി കൊടുക്കുന്നത് മലബാറിലെ മാപ്പിളമാരാണ്. അവരുടെ സംരക്ഷണം സാമൂതിരിയുടെ ആവശ്യമാണ്. നോക്കൂ, മതനിരപേക്ഷത എന്ന് പറയുന്നത് മനുഷ്യരെല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണെന്ന് സിദ്ധാന്തം പഠിച്ചുണ്ടാവണമെന്നൊന്നുമല്ല, മറിച്ച് അന്യോന്യം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു സാഹോദര്യം, പാരസ്പര്യം. എന്നെക്കൊണ്ട് നിനക്കും നിന്നെക്കൊണ്ട് എനിക്കും ആവശ്യമുണ്ട് എന്ന് വരുമ്പോൾ നമ്മൾ ചേർന്ന് നിൽക്കും. ആ ചേർന്നുള്ള നിൽപ്പാണ് മതേതരത്വത്തിൻ്റെ, മതനിരപേക്ഷതയുടെ ആധാരം. അങ്ങനെ ഇന്ത്യയിൽ സഹസ്രാബ്ദങ്ങളായി മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നു. ആ ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യ ജീവിതത്തെ പക്ഷേ മതം കൊണ്ട് വിഭജിച്ച് ആ വിഭജന യുക്തിയെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വരൂപമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന കാര്യത്തിൽ വാസ്തവത്തിൽ സാമ്രാജ്യത്വ ചരിത്രത്തിൽ നിന്ന് ഏറെയൊന്നും വ്യത്യസ്തമായിരുന്നില്ല നമ്മുടെ ദേശീയ ചരിത്രവും. ഈ ദേശീയ ചരിത്രം പാഠപുസ്തകങ്ങളായി, ഈ ദേശീയ ചരിത്രം പൊതുബോധമായി, ഈ ദേശീയ ചരിത്രം നമ്മളൊക്കെ ഏറിയും കുറഞ്ഞും പങ്കുവയ്ക്കുന്ന ആശയങ്ങളായി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബിപിൻ ചന്ദ്രയുടെ പുസ്തകത്തിലെ ഒരധ്യായത്തിൻ്റെ പേര് യൂസസ് ഓഫ് ഹിസ്റ്ററി എന്നാണ്, ചരിത്രത്തിൻ്റെ ഉപയോഗങ്ങൾ. ആ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ക്ലാസ് മുറികളിൽ എത്രത്തോളം കൂടുതലായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം കൂടുതലായി ഇന്ത്യ വർഗീയമായി കൊണ്ടിരിക്കും എന്നാണ്. ചരിത്രം പഠിക്കാഞ്ഞിട്ടല്ല, പഠിച്ചിട്ടാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുള്ളത് പഠിച്ച് വഷളായി എന്നാണ്. ആ വഷളത്തരത്തിൻ്റെ ഇങ്ങേയറ്റത്ത് ഇപ്പം നമുക്ക് നമ്മളെ കാണാം. ഇത് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് നമ്മൾ ഈ വർഗീയത എന്ന് പറയുന്നത് ഇത് അവസാനം കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു കലാപമാണ് എന്ന യുക്തിയിൽ മനസ്സിലാക്കാൻ തുടങ്ങിയാലും മനസ്സിലാവില്ല. ഇതല്ല ഇന്ത്യ എന്ന് മനസ്സിലാക്കണം. വേദങ്ങളെന്ന് പറയുന്നത് ഇന്ത്യ ജന്മം നൽകിയ ഒരു പാരമ്പര്യമാണ്. വേദങ്ങൾ എന്ന പാരമ്പര്യത്തിന് സമാന്തരമായി മറ്റ് നിരവധി പാരമ്പര്യങ്ങളുണ്ടായി. ഇന്ത്യയെ വേദങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നത് പോലെ, ഉപനിഷത്തുകളുടെ നാടെന്ന് വിളിക്കുന്നത് പോലെ സംശയരഹിതമായി ഇന്ത്യയെ ബുദ്ധൻ്റെ നാടെന്ന് വിളിക്കാം. ഏകം എന്ന തത്വം പോലെ ഇന്ത്യയുടെ മഹത്തായ ഒരു തത്വമാണ് മൈത്രി എന്ന് മനസ്സിലാക്കാം. വേദാന്തം എന്നതുപോലെ തന്നെ അനേകാന്തം ഇന്ത്യയിലെ ഒരു അടിസ്ഥാനവാദമാണ്. അല്ലാതെ ഇതിനെ ഒന്നിലേക്ക് ചുരുക്കമല്ല. ഒന്നിലേക്ക് ചുരുക്കുന്ന ഒരു യുക്തിയെ നമ്മൾ എപ്പോൾ സ്വാംശീകരിക്കുന്നുവോ അപ്പോൾ അതൊരു കമ്മ്യൂണൽ പൊട്ടൻഷ്യൽ ഉള്ളതായിത്തീരും. കാരണം അത് ചിലതിനെ അപരമാക്കും. അത് നിങ്ങളെ ഒരു ഭാഗത്ത് ഉറപ്പിക്കുകയും അല്ലാത്തതിനെയൊക്കെ മറുഭാഗത്തേക്ക് തള്ളി മാറ്റുകയും ചെയ്യും. സോപാന സംഗീതം കേരള സംഗീതമായിരിക്കുന്നത് പോലെ സംശയരഹിതമായിട്ടും കേരള സംഗീതമാണ് കേരളത്തിലെ മുമ്പുണ്ടായിരുന്ന യഹൂദ സ്ത്രീകളുണ്ടാക്കിയ പാട്ടുകൾ. ആ പാട്ടുകൾ പിന്നെ ഓർമ്മയിൽ നിന്ന് അങ്ങനെ മാഞ്ഞു പോയി. സ്കറിയ മാഷ് അത് ഹീബ്രു സർവകലാശാലയിൽ നിന്ന് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, കാർകുഴലി എന്ന പേരിൽ. അതുകൊണ്ട് എന്താണ് കേരളീയത എന്ന് ചോദിച്ചാൽ ഈ വൈവിധ്യത്തിൻ്റെ പേരാണ്, നാനാജഗന്മനോരമ്യതയുടെ പേരാണ്. ആ നാനാജഗന്മനോരമ്യത സംസ്കാരത്തിലുണ്ട്, ഭാഷയിലുണ്ട്, ഭക്ഷണശീലത്തിലുണ്ട്, ജീവിത പ്രയോഗങ്ങളിലുണ്ട്, ആശയാവലികളിലുണ്ട്. അതിനെ നിരസിച്ച് കൃത്രിമമായ ഒരു ഏകതയുടെ യുക്തി ഐക്യത്തിൻ്റെ മറപറ്റിക്കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതോടെ വാസ്തവത്തിലൊരു ഫാസിസ്റ്റ് പൊട്ടൻഷ്യൽ രൂപപ്പെടുമെന്നതാണ് പ്രശ്നം. ഈ ഫാസിസ്റ്റ് പൊട്ടൻഷ്യലിനെ വാസ്തവത്തിൽ നമുക്ക് ദേശീയ പ്രസ്ഥാനത്തിനോ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനോ ഒന്നും മറികടക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം.
മറികടക്കാനുള്ള ഏറ്റവും വലിയ ശ്രമമായിരുന്നു ഗാന്ധി, സംശയരഹിതമായിട്ട്. വാസ്തവത്തിൽ ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഇല്ലായിരുന്നുവെങ്കിൽ 950 ഇന്ത്യ എന്നൊരു രാഷ്ട്രം തുടരുമായിരുന്നോ എന്നത് വളരെ സംശയമാണ്. ആ കാലത്തിൻ്റെ ചരിത്രം സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗോപീകൃഷ്ണൻ പറയുന്നൊരു മനോഹരമായ മെറ്റഫറുണ്ട്. ഒരു രക്തരക്ഷസിൻ്റെ വായിൽ നിന്നൊരു പിഞ്ചു കുഞ്ഞിനെ എന്ന പോലെ വർഗീയതയുടെ കരാളതയിൽ നിന്ന് പുതുതായി പിറന്ന ഈ രാജ്യത്തെ രക്ഷിച്ചെടുത്തത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വമായിരുന്നു എന്നത്. അതില്ലായിരുന്നെങ്കിൽ ഗാന്ധിക്ക് പോലും തടയാൻ പറ്റിയിരുന്നില്ല. 1948 ജനുവരി 13 മുതൽ 18 വരെ നീണ്ട 5 ദിവസത്തെ നിരാഹാരം കൊണ്ട് ഗാന്ധി ഡൽഹിയെ പിടിച്ചു കെട്ടി എന്നുള്ളത് ശരിയാണെങ്കിലും ഇന്ത്യയിലെ വർഗീയ വിദ്വേഷം അതുകൊണ്ടൊന്നും ശമിച്ചിരുന്നില്ല. അതടങ്ങിയത് പിന്നൊരു 25 കൊല്ലത്തേക്ക് തലപൊക്കാത്ത മട്ടിൽ ഇന്ത്യയിൽ വർഗീയതയുടെ ബലം പിൻവാങ്ങിയത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഉണ്ടാക്കിയ ധാർമ്മികമായ വലിയൊരു ഊർജ്ജപ്രസരം കൊണ്ടാണ്. ആ ഊർജ്ജപ്രസരം അട്ടിമറിക്കപ്പെട്ടത് അടിയന്തരാവസ്ഥയുടെ സന്ദർഭത്തിലാണ് കേട്ടോ, അതും പറയണം. അടിയന്തരാവസ്ഥയാണ് പിന്നെ സ്വേച്ഛാധിപത്യത്തിനെതിരായ സമരത്തിൻ്റെ മറപറ്റി ഇന്ത്യയിലെ ഹൈന്ദവ വർഗീയതയ്ക്ക് സാമൂഹികമായ ഒരു മാന്യത കൊടുത്ത ആദ്യത്തെ സന്ദർഭം. 4 നൂറ്റാണ്ട് അത് നിശബ്ദമായിരുന്നു. ആ നിശബ്ദതയ്ക്ക് മുകളിൽ അതിനുയർന്നു വരാൻ പറ്റിയത് അടിയന്തരാവസ്ഥയുടെ സന്ദർഭത്തിലാണ്. അത് കേരളത്തിൽ അക്കാര്യം വളരെ സൂക്ഷ്മതയോടെ തിരിച്ചറിഞ്ഞ ഒരാൾ എൻ വി കൃഷ്ണവാര്യരായിരുന്നു. എൻ വി അത് പറയുന്നുണ്ട്. അടിയന്തരാവസ്ഥയുടെ ഈ സന്ദർഭത്തിൽ എൻ വി അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ അത് വേണ്ട പോലെ മനസ്സിലാക്കപ്പെടുകയുണ്ടായില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇന്ത്യയുടെ ഗാന്ധി ഇതിനെ ചെറുക്കാൻ ശ്രമിച്ചത് ഈ മതം കൊണ്ട്, മതം എന്നതിനെ ഒരു മൂല്യവ്യവസ്ഥയായി സങ്കല്പിക്കണമെന്നും അങ്ങനെ മൂല്യവ്യവസ്ഥയായി മതത്തെ സങ്കല്പിച്ചാൽ ഒരു മതത്തിൻ്റെ മൂല്യം മറ്റൊരു മതത്തിൻ്റെ മൂല്യത്തിനെതിരാകില്ല എന്നുമുള്ള ഒരു മതത്തെ തന്നെ ഒരു പുനർവിഭാവനം ചെയ്യുന്ന, നൈതികമായി പുനർവിഭാവനം ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഗാന്ധിജി അതിന് സ്വീകരിച്ചത്. അത് ഫലിച്ചു എന്നൊന്നും ഞാൻ പറയല്ല, പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതല്ലാതെ ഭരണകൂടത്തെ മതനിരപേക്ഷമാക്കിയത് കൊണ്ട് മാത്രം സമൂഹത്തെ അപ്പാടെ മതനിരപേക്ഷമാക്കാൻ കഴിയും എന്നൊന്നും ഗാന്ധി കരുതിയില്ല. ഗവൺമെൻറ് അല്ല, സൊസൈറ്റിയാണ് സെക്യുലർ ആവേണ്ടത്. ആ സെക്യുലാരിറ്റി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ മനുഷ്യരുടെ പാരസ്പര്യം കൊണ്ട്, സാഹോദര്യം കൊണ്ട്, പരസ്പരാശ്രിതത്വം കൊണ്ട് വികസിച്ചു വരേണ്ട ഒന്നുമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇന്ത്യയുടെ ഭൂതകാലത്തെ ഏകമാനമായൊരു മതയുക്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ഇന്ത്യയിലെ ചരിത്രവിജ്ഞാനത്തിൻ്റെ ശ്രമം ഒരു ഭാഗത്ത്, ഈ ഏകമാനമായ ഒരു മതപാരമ്പര്യത്തെ ദേശീയതയുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമം മറുഭാഗത്ത്. 19-ാം നൂറ്റാണ്ട് അവസാനം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം വികസിച്ചു വരുന്ന കാലം മുതൽ മതം ആ ദേശീയതാ ഭാവനയിൽ പല നിലയിൽ കൂടിക്കലരുന്നുണ്ട്. അത് ബാലഗംഗാധര തിലകനിലുണ്ട്, ബിപിൻ ചന്ദ്രപാലിലുണ്ട്, ലാലാ ലജ്പത് റായിലുണ്ട്, അരവിന്ദ ഘോഷിലുണ്ട്, വിവേകാനന്ദനിലുണ്ട്. ഇവരിലൊക്കെ ഏറിയും കുറഞ്ഞും മതമുണ്ട്. ആ മതം അപ്പാടെ വർഗീയതയാണെന്ന് ഞാൻ പറയല്ല, പക്ഷേ മതമുണ്ട് എന്നുള്ളതൊരു പ്രധാന കാര്യം. ഈ മതത്തിൻ്റെ പിടിയിൽ നിന്ന് രാജ്യത്തിൻ്റെ ദേശീയതാ സങ്കല്പത്തെ മോചിപ്പിക്കാനുള്ള 2 തരം ശ്രമങ്ങൾ 1920 ശേഷം ഒരു 4 നൂറ്റാണ്ട് കാലം ഇന്ത്യൻ ദേശീയതയിലുണ്ടായി. അതൊന്ന് നെഹ്റുവിൻ്റെ പ്രൊജക്റ്റാണ്, മറ്റൊന്ന് ഗാന്ധിയുടെ പ്രൊജക്റ്റാണ്. നെഹ്റു ഒരു സെക്കുലറായ ജനകീയമായ ഒരു മുന്നേറ്റത്തിലൂടെ മതത്തെ മറികടക്കാം എന്ന് കരുതുകയും ഗാന്ധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതമെന്നതിനെ അതിൻ്റെ മൂല്യവ്യവസ്ഥയായി കണ്ട് മതത്തെ തന്നെ മതാതീതമായൊരു അനുഭവമാക്കി മാറ്റാൻ കഴിയുമോ എന്നാലോചിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഗാന്ധി മതമെന്ന് പറയുന്നത് രാഷ്ട്രജീവിതത്തിൻ്റെ ആധാരമാണ് എന്ന് കരുതിയിരുന്നു. 1915-20 ഘട്ടത്തിലെ പ്രസംഗങ്ങളിലൊക്കെ ഗാന്ധി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വാക്യം, ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ എന്ന് അദ്ദേഹം പറയുന്നു. മതമില്ലാത്ത രാഷ്ട്രീയം അധാർമികമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ 40കളാവുമ്പോഴേക്കും അദ്ദേഹം തൻ്റെ ഈ വീക്ഷണം തിരുത്തുകയും ഒരുപക്ഷെ തനിക്ക് കൈവന്ന പ്രായോഗിക അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മതം വ്യക്തിപരമായൊരു ധാർമ്മിക ബോധത്തിൻ്റെ ആധാരമാണെന്നും രാഷ്ട്രഭരണവുമായി അതിന് യാതൊരു ബന്ധവും ഉണ്ടാകരുത് എന്നും ഖണ്ഡിതമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വളരെ കാതലുള്ളൊരു വാക്യം, ഒരു രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരൊറ്റ മതമേ ഉള്ളൂ എങ്കിൽ പോലും
ആ രാജ്യത്തിന് മതം ആവശ്യമില്ല. 100-ൽ 100 പേരും ഒരു മതക്കാരാവട്ടെ, രാഷ്ട്രത്തിന് മതം പാടില്ല എന്നതാണ് 40കളിൽ ഗാന്ധി എടുക്കുന്ന നിലപാട്. പലസ്തീനെ വിഭജിച്ച് ഇസ്രായേൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തെ ലോകത്താദ്യം എതിർക്കുന്ന ആളുകളിൽ ഒരാൾ ഗാന്ധിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കുന്നത്, അതുപോലെ യഹൂദന്മാരും മുസ്ലിങ്ങളും ഒരുമിച്ച് കഴിയുകയാണ് വേണ്ടത്. മതത്തിൻ്റെ പേരിൽ ഒരു പുതിയ രാഷ്ട്രം പിറന്നുകൂടാ എന്ന ആദ്യത്തെ പ്രഖ്യാപനം ഇസ്രായേലിനെതിരെ നടത്തുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജി രാഷ്ട്രപിതാവായിരിക്കുന്ന, ഇപ്പോഴും ഇരിക്കുന്ന ഈ രാജ്യമാണ് ഇസ്രായേലിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക പങ്കാളി എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊള്ളുന്നു. നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ പല അടയാളങ്ങളിൽ ഒന്ന് എന്നേ ഉള്ളൂ. ഒരുപാട് അടയാളമുണ്ട് കേട്ടോ. പഴയ അശോകൻ്റെ സിംഹങ്ങൾ പോയിട്ട് വേറെ സിംഹം വന്നല്ലോ. ആ സിംഹം വള്ളത്തോളതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. ഹിമവൽ വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ, ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ശമം ശീലിച്ച, ധർമ്മം ഉദ്ഘോഷിക്കുന്ന, ലോകത്തോട് സത്യം, അഹിംസ, അസ്തേയം, അപരിഗ്രഹം എന്നിങ്ങനെയുള്ള മൂല്യങ്ങളെ ഉദ്ഘോഷിക്കുന്ന സിംഹങ്ങൾക്ക് പകരം രൗദ്രസിംഹങ്ങൾ നമ്മുടെ പാർലമെൻറ്റിൻ്റെ മുകളിലും പാർലമെൻറ്റിൻ്റെ ഉള്ളിലും കടന്നു കയറിയത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ തിരിവുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ആഴത്തിൽ വേര് പിടിച്ച് നിന്ന ഈ മതപരമായ രാഷ്ട്രഭാവനയോട്, ദേശഭാവനയോട് നാം നടത്തിയ ഇടഞ്ഞു നിൽപ്പ് വാസ്തവത്തിൽ 20കളിൽ മുതൽ ഏതാണ്ട് 40കൾ വരെയാണ് അതിനൊരു കുറച്ചെങ്കിലും ഒരു മേൽക്കൈ ഉണ്ടായത്. മതത്തെ പിന്തള്ളിക്കൊണ്ട് കർഷകർ, തൊഴിലാളികൾ, നാനാതരം സാമൂഹ്യ വിഭാഗങ്ങൾ അവരുടെ ഒരു കൂട്ടായ്മ വരികയും ദേശീയമായൊരു ജനകീയ ഐക്യം, നാഷണൽ പോപ്പുലർ എന്ന് വിളിക്കാവുന്ന ഒരു ദേശീയ ജനകീയത രൂപപ്പെടുകയും ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലാണ് മതമല്ല മറിച്ച് ജനമാണ് എന്ന യുക്തി വന്നത്. ആ യുക്തി ഭരണഘടനയുടെ ആദ്യ വാക്യത്തിലുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നത് മതമല്ല, ജനമാണ്. ആ ജനം എന്നത് സർവതല സ്പർശിയായ, ഞാൻ ജനാധിപത്യത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, അത് ഫോർ ദ പീപ്പിൾ അല്ല, ഓഫ് ദ പീപ്പിൾ അല്ല, ബൈ ദ പീപ്പിൾ, ജനങ്ങളാൽ. ആ ജനങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ 1ാമത്തെ വാക്യത്തിൽ വരുന്നുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. പക്ഷേ അതൊരു അലങ്കാരവാക്യമായി തീരുകയും ആ ജനങ്ങൾക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ വിദൂരമായ ഒരിടം പോലും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം രൂപപ്പെടുന്നു. ഗാന്ധി വാസ്തവത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ജഗജീവൻ റാം ചോദിക്കുമ്പോൾ ആ ചോദ്യം ഉയർന്നൊരു സന്ദർഭമുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി 1946 ക്യാബിനറ്റ് മിഷൻ്റെ ഭാഗമായി രൂപപ്പെട്ടപ്പോൾ ആ ഭരണഘടനാ അസംബ്ലിയിൽ പങ്കുചേരണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം തർക്കങ്ങൾ വന്നിരുന്നു. കാരണം ഭരണഘടനാ അസംബ്ലി ഉണ്ടായത് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടൊന്നുമല്ല. 45 പ്രവിശ്യ കൗൺസിലുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ തെരഞ്ഞെടുത്ത അംഗങ്ങളാണ് വാസ്തവത്തിൽ ഭരണഘടനാ അസംബ്ലിയിൽ വന്നത്. അപ്പോൾ പലരും അതിനോട് എതിർപ്പ് പറഞ്ഞു. കാരണം ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കുന്ന ഒരു സഭ അവിടെ നടക്കുന്ന സാർവത്രികമായ തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ ഏതാണ്ട് ഒരു 13-15% പേർ മാത്രം വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വരുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ ഭരണഘടനാ അസംബ്ലിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് സോഷ്യലിസ്റ്റുകൾ പ്രഖ്യാപിച്ചു. ജയപ്രകാശ് നാരായണൻ, രാം മനോഹർ ലോഹ്യ, അച്യുത് പടുവർദ്ധൻ തുടങ്ങിയ ആളുകളൊക്കെ ഭരണഘടനാ അസംബ്ലി ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു ജഗജീവൻ റാം. ജഗജീവൻ റാം ഗാന്ധിയെ കണ്ട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഗാന്ധി പറഞ്ഞു, ഭരണഘടനാ അസംബ്ലിയിൽ പങ്കെടുക്കാം. തുടർന്നാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ ആണെന്നറിയാൻ എന്താണ് വഴി? ഐ വിൽ ഗിവ് യു എ ടാലിസ്മാൻ. ഞാനൊരു ഉരകല്ല് തരാം. തിങ്ക് ഓഫ് ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ യു ഹാവ് എവർ സീൻ. നിങ്ങൾ ഇക്കാലം വരെ കണ്ടതിൽ വച്ച് ഏറ്റവും ദരിദ്രരിൽ ദരിദ്രനായ ഒരാളെ മനസ്സിൽ കാണണം. അയാൾക്ക് ഗുണമാണെങ്കിൽ നിങ്ങൾ ശരിയാണ് എന്ന് കരുതണം. ഇതാണ് ടാലിസ്മാൻ, ഇതാണ് ഉരകല്ല്. ഞാൻ പറയുന്നത് ദ പീപ്പിൾ. ആ പീപ്പിൾ എന്നതിൽ ഏറ്റവും അവസാനത്തെ നമ്മുടെ കാഴ്ചയുടെ വിദൂര ചക്രവാളത്തിൽ പോലും തെളിഞ്ഞു വരാൻ ഇടയില്ലാത്ത ധൂളി സദൃശ്യമായി പാറിപ്പോകാവുന്ന കീടജന്മങ്ങളെ, ആ കീടജന്മങ്ങളെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു തത്വമാണ് ഗാന്ധി ജഗജീവൻ റാമിന് കൊടുത്തത്. ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ യു ഹാവ് എവർ സീൻ. ഇന്ന് ആ പുവറസ്റ്റ് ഓഫ് ദ പുവർ നമ്മുടെ ഭരണചക്രവാളത്തിൻ്റെ ഏത് പര്യന്തത്തിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല.
അദാനിയുടെ സ്വത്ത് കോവിഡ് കാലത്ത് എത്രയാണ് വർദ്ധിച്ചതെന്നുള്ളതിന് ഓക്സ്ഫാമിൻ്റെ ഒരു കണക്കുണ്ടായിരുന്നു. ഒരു ദിവസം 1300 കോടി രൂപ ഒരു ദിവസം ആസ്തി വർദ്ധിച്ചുകൊണ്ട്, ഒറ്റ ദിവസം കിട്ടാം. അങ്ങനെ ആസ്തി വർദ്ധിക്കുന്ന ഒരു ഭരണകൂട യുക്തി. മുസോളിനി ഫാഷിസത്തെ നിർവഹിച്ചത് നമ്മൾ മനസ്സിലാക്കിയ രീതിയിലൊന്നല്ല. മുസോളിനി ഫാഷിസത്തെ നിർവഹിച്ചത് ഭരണകൂടവും മൂലധനവും തമ്മിലുള്ള സമ്പൂർണ്ണ ഐക്യമാണ് ഫാഷിസം. അല്ലാത്ത അതിതീവ്ര ദേശീയത എന്നൊക്കെ ഉംബർട്ടോ എക്കോയും അല്ലെങ്കിൽ ലോകത്തെ മറ്റു പല സാമൂഹ്യ ചിന്തകരും പറഞ്ഞ യുക്തിയിലല്ല ഫാഷിസത്തിൻ്റെ സ്ഥാപകനായ മുസോളിനി ഫാഷിസത്തെക്കുറിച്ച് പറഞ്ഞത്. എ കംപ്ലീറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ക്യാപിറ്റൽ ആൻഡ് ദ സ്റ്റേറ്റ്. ഭരണകൂടവും മൂലധനവും തമ്മിലുള്ള സമ്പൂർണ്ണ ഐക്യം. ഈ സമ്പൂർണ്ണ ഐക്യം നിങ്ങൾക്ക് പലപ്പോഴും ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് ലോകത്തെ കോടാനുകോടി മനുഷ്യർ നിസ്വതയിലേക്ക്, തകർച്ചയിലേക്ക്, മരണത്തിലേക്ക് അനുദിനം വീണുകൊണ്ടിരുന്ന ഓരോ ദിവസവും ഇന്ത്യയിലെ ഒരു ശതകോടീശ്വരൻ പ്രതിദിനം 1300 കോടി രൂപ ആസ്തി വർദ്ധിക്കുന്ന ഒരാളായി നമുക്കിടയിൽ ജീവിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്നിട്ടാണ് വാസ്തവത്തിൽ ദ പൂറസ്റ്റ് ഓഫ് ദ പൂർ എന്ന വാക്യത്തിൻ്റെ മുഴക്കം നമ്മൾ മനസ്സിലാക്കി. ഇത് ജനാധിപത്യത്തെ ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു വഴിയായിരുന്നു. നിർഭാഗ്യവശാൽ അതിൻ്റെ വിപരീത യുക്തി പ്രധാനമായി തീരുകയും അവസാനത്തെ മനുഷ്യർ എന്നുള്ള ആദ്യത്തെ കുറച്ച് മനുഷ്യരൊഴികെ ബാക്കിയെല്ലാം മാഞ്ഞു പോവുകയും ചെയ്യുന്ന, തങ്ങൾ അവസാനത്തെ ശരിയാണ് എന്ന് യാതൊരു സംശയവുമില്ലാത്ത ഒരു യാത്ര പോകുന്ന വഴിയിലെ കച്ചവടക്കാരുടെ പേരെല്ലാം എഴുതി പ്രദർശിപ്പിച്ച് അവരുടെ മതം വ്യക്തമാക്കണമെന്ന് നിർദ്ദേശിക്കാൻ മടിയില്ലാത്ത അത്ര ഹീനത ഉള്ള ഒരു ഭരണ സംവിധാനം 2024 ഇന്ത്യയിലുണ്ട്. യഹൂദന്മാരുടെ വീടുകൾക്ക് മുമ്പിൽ അത് യഹൂദ ഭവനങ്ങളാണ് എന്നറിയാൻ പ്രത്യേകം മുദ്ര പതിപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നത് ഹിറ്റ്ലറാണ്. അതിൻ്റെ ഒരു പകർപ്പ് മാർസോരിക്ക് എഴുതുന്നുണ്ട്. ഹെഗൽ സേസ് ഹിസ്റ്ററി റിപ്പീറ്റ്സ്, ഹി ഫൊർഗെറ്റ്സ് ടു ആഡ് ഫസ്റ്റ് as ട്രാജഡി then as ഫാൾസ്. ചരിത്രം ആവർത്തിക്കുന്നു എന്ന് ഹെഗൽ പറയുന്നുണ്ട്. ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം മറന്നുപോയി. ആദ്യം ദുരന്തമായും പിന്നെ കോമാളിത്തമായും. ആ കോമാളിത്തം നമുക്ക് ചുറ്റുപാടും കാണാം. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഭൂതകാലത്തെ മുഴുവൻ തങ്ങളുടെ സ്വകാര്യ മൂലധനമാണ് എന്ന മട്ടിൽ കൈയടക്കിക്കൊണ്ട് അതിൻ്റെ മുകളിൽ ഉടമാവകാശം പ്രഖ്യാപിച്ച് അതുകൊണ്ട് തങ്ങളാണ് രാജ്യം ഭരിക്കാൻ അവകാശികളെന്ന് വാദിക്കുന്ന ഒരു കൃത്രിമമായ ഏകതയുടെ ഒരു അവതരണ യുക്തിയിലാണ് ഫാഷിസത്തിൻ്റെ വർഗീയതയുടെ ആധാരം കുടികൊള്ളുന്നത് എന്ന കാര്യമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അത് അതിൻ്റെ രാഷ്ട്രീയ രൂപമാർജിക്കുന്ന ഒരു സംഘടനയായിട്ടോ ഭരണത്തിലെത്തുന്ന ഒരു പാർട്ടിയായിട്ടോ മാറുമ്പോൾ ജനിക്കുന്ന ഒന്നല്ല. അതിനെതിരായ സമരത്തിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് ഇതേകമായ ഒന്നല്ലെന്നും പലതാണെന്നും ഓർത്തുകൊണ്ടേയിരിക്കലാണ്, പറഞ്ഞുകൊണ്ടേയിരിക്കലാണ്. ഞാൻ ഒറ്റയ്ക്കൊരാളല്ലെന്നും ഞാൻ മനുഷ്യരുടെ ഒരു സംഘാതമാണെന്നും ഓരോരുത്തരും തിരിച്ചറിയലാണ്. അതുകൊണ്ട് അദൃശ്യവും അചാല്യവും അചഞ്ചലവുമായ ഒരു വ്യക്തിസങ്കല്പത്തിന് പകരം അയവാർന്ന, തുറസ്സുള്ള, ഉദാരതയുള്ള, മനുഷ്യരിലേക്ക് തുറന്നു കിടക്കുന്ന ഒന്നായി അവരവരുടെ വ്യക്തിത്വങ്ങളെ രൂപാന്തരപ്പെടുത്താനുള്ള ശേഷി വാസ്തവത്തിൽ വർഗീയതയ്ക്കെതിരായ, ഫാഷിസത്തിനെതിരായ സമരത്തിൻ്റെ ഒരു രാഷ്ട്രീയ മുഖം കൂടിയാണ് എന്ന് ഞാൻ പറയുന്നു. അതൊരു ദൗർബല്യമല്ല. അയവാർന്നു നിൽക്കുക എന്നുള്ളത് വാസ്തവത്തിൽ ഒരു ദൗർബല്യമല്ല, മറിച്ച് മാനുഷികതയുടെ ഒരു ആധാരക്രമമാണ്. ആ ആധാരക്രമത്തെ നമ്മുടെ ജീവിതത്തിലേക്കും സന്നിവേശിപ്പിക്കാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു ഓർമ്മയുടെ പേരായി മുരളി മാഷ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മാഷയെക്കുറിച്ച് ഇവിടെ രാജൻ മന്ത്രി പറയുകയുണ്ടായല്ലോ. അദ്ദേഹം നമുക്കൊക്കെ കേൾക്കാവുന്ന തമാശകളും നമുക്കൊക്കെ കേൾക്കാൻ പറ്റാത്ത തമാശകളും പറഞ്ഞിരുന്നു. കോപ്പിടും നിർവൃതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും. ഒരു കുഞ്ഞുണ്ടായിരിക്കുക നമ്മുടെ ഉള്ളിൽ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കുഞ്ഞാണ് വാസ്തവത്തിൽ നമ്മുടെ ജൈവികതയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. പണ്ട് ചാപ്ലിൻ ഐൻസ്റ്റീനെ കണ്ടപ്പോൾ ഐൻസ്റ്റീൻ ചാപ്ലിനോട് പറഞ്ഞു അത്രേ, നിങ്ങൾ എന്തൊരു മഹാനായ അഭിനേതാവാണ്, താങ്കളൊന്നും സംസാരിക്കുന്നില്ല, പക്ഷേ താങ്കളൊന്നും പറയാതെ തന്നെ താങ്കൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ മനുഷ്യർക്കെല്ലാം മനസ്സിലാവുന്നു, എന്തൊരു മഹിമയുള്ള അഭിനയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചാപ്ലിൻ തിരിച്ചു പറഞ്ഞു, താങ്കൾ അതിലും മഹാനാണ്,
താങ്കൾ പറഞ്ഞത് എന്താണെന്ന് ലോകത്തൊറ്റ ആൾക്കും മനസ്സിലായിട്ടില്ല. എന്നിട്ടും ലോകം താങ്കളെ ഇതുപോലെ ആദരിക്കുന്നല്ലോ, അതുകൊണ്ട് എന്നേക്കാൾ മഹത്വം താങ്കൾക്കാണ് എന്ന് അന്യോന്യം പറയുകയും അവർ പുഞ്ചിരിക്കുകയും ചെയ്തു. ഇത് മഹത്വം കൊണ്ട് വരുന്നൊരു പുഞ്ചിരിയാണ് കേട്ടോ. ടാഗോർ ഉടനീളം ഗാന്ധിക്കെതിരായിരുന്നു. ഗാന്ധിയുടെ ദേശീയത, ഗാന്ധിയുടെ വിദ്യാഭ്യാസം, ഗാന്ധിയുടെ കലാസങ്കല്പം, ഇതൊക്കെ ടാഗോർ എതിരായിരുന്നു. പക്ഷേ ടാഗോറാണ് ഗാന്ധിയെ മഹാത്മാവ് എന്നാദ്യം വിളിച്ചത്. ഗാന്ധിയാണ് ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത്. വിശ്വഭാരതിക്ക് എപ്പോഴൊക്കെയാണോ കാശില്ലാണ്ടാവുക അപ്പോഴൊക്കെ ഗാന്ധി കുടുക്കയുമായിട്ട് ഇറങ്ങുമായിരുന്നു, വിശ്വഭാരതിയെ രക്ഷിച്ചു. ആ പേരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. വിശ്വഭാരതി എന്നാണ്, ഭാരതി എന്നല്ല, വിശ്വഭാരതിയാണ്. എത്ര വിശ്വം ഭവത്തി ഏകനീടം എന്നാണ് മോട്ടോ, ലക്ഷ്യവാചകം. ഈ ലോകം ഒരു കിളിക്കൂടായി തീരട്ടെ. ഇത് ഇന്ത്യ ഉണ്ടാക്കിയ വലിയൊരു പാരമ്പര്യമാണ്. ലോകത്തെ ആദ്യത്തെ സർവകലാശാല ഇവിടെ പിറന്നു എന്ന് പറയും, നളന്ദ. നളന്ദ എന്നല്ല കേട്ടോ ശരിക്കും അതിൻ്റെ ഉച്ചാരണം, ന അലംദ. ദാനത്തിൽ മതി വരാത്തത്, കൊടുത്താൽ തീരാത്തത്. അങ്ങനെ കൊടുത്താൽ തീരാത്തതാണ്, ഇപ്പോൾ വാങ്ങിയാൽ തീരാത്തൊരു ഏർപ്പാടാണ് വിദ്യാഭ്യാസം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ വൈവിധ്യങ്ങളുടെ, ഇതെത്രയും പറയാവുന്നൊരാശയമാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈ വൈവിധ്യത്തെ, അതിൻ്റെ ആന്തരികമായ ബഹുത്വത്തെ, അതിൻ്റെ ഉദാരതയെ, അതിൻ്റെ സർവാശ്ലേഷക സ്വഭാവത്തെ, അതിൽ തമ്മിലുള്ള ചേർച്ചകളെയും ഇടർച്ചകളെയും ഒരുമിച്ച് ചേർത്ത് അത് നമ്മൾ കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വബോധത്തിനാണ് വാസ്തവത്തിൽ വർഗീയതയെ ചെറുക്കാനുള്ള വലിയൊരു പ്രേരണ ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു മാതൃകയായി മാഷ് നിലകൊള്ളുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. മാഷ്ട ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഈ ഫൗണ്ടേഷൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രബുദ്ധവും മനോഹരവുമായ ഒരു പ്രഭാഷണം നടത്തിയതിന് ഈ ഫൗണ്ടേഷൻ്റെ പേരിൽ, ഫൗണ്ടേഷൻ പ്രവർത്തകരുടെ പേരിൽ സുനിലിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അത്രയേറെ നമ്മളുടെ ഹൃദയത്തെ തൊട്ട മാഷുടെ ആ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജന് ഫൗണ്ടേഷൻ്റെ പേരിൽ, സദസ്സിൻ്റെ പേരിൽ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അനുസ്മരണ പ്രഭാഷണം നടത്തിയ മുൻ സ്പീക്കറും തൃശ്ശൂരിൻ്റെ മുൻപത്തെ ജനപ്രതിനിധിയുമായിരുന്ന ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ, അതുപോലെ ഈ മുരളി മാഷുടെ പേരിലുള്ള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം സ്വീകരിച്ച് വളരെ ചെറുതെങ്കിലും കാര്യമാത്ര പ്രസക്തമായ ഒരു പ്രസംഗം നടത്തിയ ബ്രിജേഷ് മാഷ്, ഫൗണ്ടേഷൻ്റെ പ്രവർത്തകർ, പ്രത്യേകിച്ചും ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പ്രധാന ചുമതലകളും വഹിക്കുന്ന പ്രദീപിനെ പോലെ, ഹരിദാസ് മാഷെ പോലെ, ശങ്കരനെ പോലെ ഉള്ളവർ, ഫൗണ്ടേഷൻ്റെ മറ്റ് അംഗങ്ങൾ, അതുപോലെ മാഷുടെ കുടുംബം, മാഷ് ഹൃദയം കൊണ്ട് തൊട്ടവരും മാഷെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടവരുമായ ഈ മഹാസദസ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.